അങ്ങനെ ശ്രീമൻ നഗര നായികായ നമഃ. ദേവിയുടെ ആവാസസ്ഥലം ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ, അതുകൊണ്ട് ശ്രീമൻ നഗര നായിക. ശ്രീവിദ്യാമന്ത്രത്തിന്റെ ഉറവിടമായിരിക്കുന്നവൾ ദേവി. ചിന്താമണി ഗൃഹാന്തസ്ഥായ നമഃ. ഈ ചിന്താമണി എന്ന് പറയുന്നത് വിശിഷ്ടമായ ഒരു രത്നം. അതൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ ആഗ്രഹിച്ചതെന്തും സാധിക്കും. അങ്ങനെ രത്നം കിട്ടിയാൽ കൊള്ളാമായിരുന്നു, പക്ഷേ ഭൂമിയിൽ അത് അവൈലബിൾ അല്ല. ഏത് ജ്വല്ലറി പോയാലും കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതാണ്. ദേവലോകത്തുള്ള ഒരു വിശിഷ്ടമായ രത്നമാണ് ചിന്താമണി. ഒരു രത്നത്തിനെ ഇത്രയും പ്രാധാന്യമുണ്ടെങ്കിൽ ആ ചിന്താമണി കൊണ്ട്, രത്നം കൊണ്ട് നിർമ്മിച്ച ഗൃഹത്തിൽ വസിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഭക്താഭീഷ്ടപ്രദായിനി എന്നർത്ഥം. ഭക്തന്റെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ സാധ്യതയുള്ള അതിനുള്ള കഴിവുള്ള ഒരു ഈശ്വര സ്വരൂപമാണ് ദേവി. അതുകൊണ്ട് ചിന്താമണി ഗ്രഹത്തിൽ വസിക്കുന്നവൾ. പഞ്ചബ്രഹ്മാസനസ്ഥിതായ നമഃ. 5 ബ്രഹ്മാക്കളാക്കുന്ന ആസനത്തിൽ ഇരിക്കുന്നവൾ ദേവി. ദേവിയുടെ ആസനം നോക്കിയാൽ 4 കാലുള്ള കട്ടിൽ, അതിന്റെ പുറത്ത് ശിവൻ, സദാശിവൻ, അതിന്റെ പുറത്ത് ശിവൻ, അതിന്റെ പുറത്ത് ദേവി ഇരിക്കുന്നത് പോലെ ഒരു പടം നമ്മൾ കണ്ടു കാണും. 4 തൂണിലും 4 പേർ, ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. സദാശിവൻ എന്ന പലക, അതിന്റെ പുറത്ത് ശിവൻ എന്ന മഞ്ചം, അതിന്റെ പുറത്താണ് ദേവി ഇരിക്കുന്നത്. അപ്പൊ എന്താണ് പരമേശ്വരനെ പലകയിൽ കിടത്തി അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം ഇതെല്ലാം ചെയ്യുന്നത് 26 തത്വമായ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവിന്റെ രൂപത്തിൽ ധരിക്കുന്നത് സൃഷ്ടികത്തിലെ പരമരൂപ താഴെയുള്ള ശ്ലോകങ്ങൾ വരുന്നുണ്ട്. ഗോത്രേ ഗോവിന്ദ രൂപിണി സംരക്ഷണം ചെയ്യുമ്പോൾ വിഷ്ണുവിന്റെ രൂപത്തെ ധരിക്കുന്നു. സംഹാരണി രുദ്രരൂപ, സംഹാരം ചെയ്യുമ്പോൾ രുദ്രന്റെ രൂപത്തെ ധരിക്കും. സംഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് വിചാരിക്കും? ഇല്ലാതാക്കുക, നശിപ്പിക്കുക. അതല്ല അതിന്റെ ശരിയായ അർത്ഥം. കൊടുത്തതിനെ തിരിച്ചെടുക്കുക. സംഹരിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക. ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിച്ച് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ജീവനെ വെച്ച് ഈ ഭൂമിയിലേക്ക് നമ്മളെ അയക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ജീവൻ പോലും നമുക്ക് സ്വന്തമല്ല. സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം മലയാളത്തിൽ ഒരു പാട്ടുണ്ട്. ഈ ജീവൻ പോലും നമുക്ക് സ്വന്തമല്ല, അത് ഈശ്വരന് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് വന്ന കേസെടുക്കുന്നത്. ജീവനെ നമുക്ക് നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. കൊടുത്തതിനെ തിരിച്ചെടുക്കുക. ഏതിൽ നിന്നാണ് വന്നത് അതിലേക്ക് പോയി ലയിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ ബ്രഹ്മത്തിൽ നിന്ന് വന്നു, തിരിച്ച ബ്രഹ്മത്തിൽ തന്നെ ലയിക്കും. അതാണ് സംഹാരം. ഇത് 3 എല്ലാവർക്കും അറിയാം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാവർക്കും അറിയാം. 4ാമത്തത് തിരോധാനം. എന്താണ് തിരോധാനം? തിരോധാനം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക എന്നർത്ഥം. നമ്മുടെ വീട്ടിൽ കർട്ടൻ ഇടുന്നില്ലേ? എന്തിനാണ്? അകത്തുള്ളത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി കർട്ടൻ ഇടും. ഇവിടെ കർട്ടൻ എന്ന് പറയുന്നത് മായ. മായയ്ക്ക് അതീതമായിരിക്കുന്നത് 26 തത്വമായ ബ്രഹ്മം. മായയ്ക്കുള്ളിൽ ഇരിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഉള്ളതുപോലെ തോന്നും, പക്ഷേ ഇതൊന്നുമില്ല. കാരണം എല്ലാം ഒരു ദിവസം ഇല്ലാതാകും, നശിക്കുന്നു. ഇതെല്ലാം നശ്വരമാണ്, നശിക്കുന്നതാണ്. അനശ്വരമായത് ഒന്നേ ഉള്ളൂ, അത് ഈശ്വര സ്വരൂപം. ആ തിരോധാനം നീങ്ങണം. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം. ഇനി അടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടി കഴിഞ്ഞു, സംരക്ഷണവും കഴിഞ്ഞു, സംഹാരവും കഴിഞ്ഞു, തിരോധാനം നീങ്ങി ഈ അനുഗ്രഹം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ 5 കാര്യങ്ങളും ചെയ്തത് ദേവി തന്നെയാണ്. ബ്രഹ്മം. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. എപ്പോഴും ഏത് ഗ്രന്ഥം എടുക്കുന്നോ ആ ഗ്രന്ഥത്തിന്റെ വിശേഷിപ്പിക്കുന്ന മൂർത്തി സ്വരൂപത്തെ നമ്മൾ ബ്രഹ്മമായി അത്രയേ ഉള്ളൂ. കാരണം അദ്വൈത സിദ്ധാന്തം അതാണ് ഹിന്ദുമതത്തിന്റെ കാതലായ തത്വം. ഒന്നേ ഉള്ളൂ, ഒരു ശക്തിയുള്ളൂ, സുപ്രീം പവർ, 26 തത്വമായ ബ്രഹ്മം. അത് നാരായണീയം എടുത്ത ഗുരുവായൂരപ്പൻ എന്ന് പറയും, വിഷ്ണു പുരാണം എടുത്താൽ മഹാവിഷ്ണു എന്ന് പറയും, ലളിതാ സഹസ്രനാമം എടുത്താൽ ദേവി എന്ന് പറയും. ഇതേ നമ്മൾ വിനായക സഹസ്രനാമം എടുത്താൽ ഗണപതി, സ്കന്ദപുരാണം എടുത്താൽ മുരുകൻ. അത്രയേ ഉള്ളൂ. ആ ബ്രഹ്മത്തിന് ഒരു പേര് നൽകുന്നു എന്നേ ഉള്ളൂ, ശക്തി ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ 5 ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്ന പലക
അതിന്റെ പുറത്ത് ശിവൻ എന്ന മഞ്ചം, അതിന്റെ പുറത്താണ് ദേവി ശിവാകാരേ മഞ്ചേ പരമശിവ പരിയങ്കലിലയാം സൗന്ദര്യത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതിനെ ബ്രഹ്മ പറഞ്ഞത് പഞ്ചപ്രേതാസനാസനം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദേവിയുടെ മഞ്ചത്തിന്റെ ഇരിപ്പിടം സദാശിവനും 4 കാലുകൾ ബ്രഹ്മ, ഹരി, രുദ്രൻ, ഈശ്വരൻ എന്നിവരുമാണ്. അതായത് ശരിയായ ത്രിപുരസുന്ദരിയുടെ മഹാത്മ്യം നടക്കാം. ദേവി തന്നെയാണ് ബ്രഹ്മാവിന്റെ രൂപത്തിൽ ധരിച്ച് സൃഷ്ടിക്കുന്നു, വിഷ്ണുവിന്റെ രൂപം വിഷ്ണുവായി മാറി സംരക്ഷിക്കുന്നു, രുദ്രനായി മാറി സംഹരിക്കുന്നു, ഈശ്വരനായി മാറി തിരോധാന സദാശിവനായി അനുഗ്രഹം ഉണ്ടാക്കുക. മഹാപത്മാടവി സംസ്ഥാനീയ മഹാ വലിയ താമരപ്പൂക്കൾ നിറഞ്ഞ കാട്ടിൽ വസിക്കുന്ന ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്താണ് താമരപ്പൂക്കൾ? താമര എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒട്ടലില്ലാത്തതാണ് താമര. താമര എപ്പോഴും ചെളിയിലേ വളരുകയുള്ളൂ. പക്ഷേ ആ ചെളി താമരയിൽ ഒട്ടലില്ലാത്തതാണ് ഈശ്വര. ഒട്ടലുള്ളതൊക്കെ നമുക്കാണ്, അറ്റാച്ച്മെന്റ് നമുക്കാണ്. ഞാൻ എൻ്റെത്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ വീട് നമ്മൾ നോക്കുന്നില്ലേ? ഇതെല്ലാം സാധാരണ മനുഷ്യർക്ക്, മായക്കുള്ളിലുള്ളവർക്കാണ് ഈ അറ്റാച്ച്മെന്റ്. മായയ്ക്ക് അതീതമായിരിക്കുന്നത് കൊണ്ട്. രണ്ടാമത് താമര എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ പ്രതീകം. ഐശ്വര്യ സമ്പൂർണമായിരിക്കുന്നവൾ ദേവി, എല്ലാവർക്കും ഐശ്വര്യത്തെ കൊടുക്കുന്നവൾ ദേവി. അതുകൊണ്ട് മഹാപത്മാടവി സംസ്ഥാനീയ നമഃ, കദംബവന വാസിന്യേ നമഃ, കദംബവനത്തിൽ വസിക്കുന്നവൾ. ചിന്താമണി ഗ്രഹത്തിന് ചുറ്റും കദംബവനം, ആ വനത്തിൽ വസിക്കുന്നവൾ. ദേവിക്ക് ഇഷ്ടമുള്ള ഒരു പുഷ്പമാണ് കദംബപ്പൂ. സുധാസാഗര മധ്യസ്ഥായ നമഃ, അമൃത സമുദ്രത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. സാധാരണ ഇതുപോലെ ക്ഷീരസമുദ്രം, അമൃത സമുദ്രം ഒക്കെ പറയും. അതൊക്കെ എവിടെയായിരിക്കുന്നത്? ക്ഷീരസമുദ്രം ഉണ്ടെങ്കിൽ വളരെ അറിയാം, വളരെ സൗകര്യമല്ലേ? ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വരാൻ എന്തിന് 26 കൊടുത്ത് വാങ്ങണം? ഇതെല്ലാം ക്ഷീരം എന്ന് പറഞ്ഞാൽ സാത്വികമായ ചിന്ത. വെളുപ്പ് സാത്വികമായ ചിന്തയാണ്. സമുദ്രം ബുദ്ധി ലക്ഷണം. ഇതാണ് അതിന്റെ താല്പര്യം. സാത്വികമായ ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തയിൽ ഈശ്വര സ്വരൂപത്തെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ക്ഷീരസാഗരം, ക്ഷീരസാഗര ശയന. സാത്വികമായ ചിന്തയിൽ വസിക്കുന്നവർ. അമൃത സമുദ്രം, അമൃതം എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളത്, അഴിവില്ലാത്തത്. അഴിവില്ലാത്തത് ഈശ്വര സ്വരൂപം. അങ്ങനെ സുധാസാഗര മധ്യസ്ഥായ അമൃത സമുദ്രത്തിന്റെ മധ്യത്തിൽ വസിക്കുന്നവൾ. കാമാക്ഷി നമഃ, അതീവ മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ. കാഞ്ചീപുരത്തിൽ വസിക്കുന്ന ദേവിക്ക് കാമാക്ഷി എന്ന് പേരുണ്ട്. കാ എന്ന് പറഞ്ഞാൽ സരസ്വതി, മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി. അപ്പോ സരസ്വതി കടാക്ഷമും ലക്ഷ്മി കടാക്ഷമും ഒരുമിച്ച് നൽകാൻ കഴിയുന്നത് ദേവി സ്വരൂപം എന്നാണ്. ഇവിടെ സരസ്വതി ദേവി, കാമാക്ഷി, നമ്മള് കാശി വിശാലാക്ഷി, ഇങ്ങനെ പല പേരുകൾ പറയുന്നതെല്ലാം ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന മൂർത്തി സ്വരൂപം എന്നല്ലാതെ ശക്തി ഒന്നേ ഉള്ളൂ. എപ്പോഴും മനസ്സിലാക്കണം, ബ്രഹ്മം ഒന്നേ ഉള്ളൂ. അതാണ് 26ാമത്തെ തത്വം. അത് പല രൂപത്തിൽ നമുക്ക് ആരാധിക്കാനായിട്ടുണ്ട്. കാരണം ഈ ആരാധന ഒന്നും രൂപമില്ലാത്ത ഒരു വസ്തുവിനെ എങ്ങനെ ആരാധിക്കാൻ സാധിക്കും? വിളക്കിലൊന്ന് ആവാഹിക്കണം, അല്ലെങ്കിൽ ഒരു പടം, അല്ലെങ്കിൽ ഒരു വിഗ്രഹം, എങ്കിലും ആരാധിക്കാൻ സാധിക്കില്ല. പൂവെടുത്ത് ശ്രീമാത്രേണ മഹാരാജ്ഞനമാണ് ആകാശത്തിൽ എറിയാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ സാധാരണ കണക്കാക്കി വരുന്നത് വിദ്യ നൽകുന്നത് സരസ്വതി, പണം ഐശ്വര്യം നൽകുന്നത് ലക്ഷ്മി, ദാമ്പത്യം പാർവതി. ഇങ്ങനെ നമ്മൾ ഓരോന്നും സങ്കല്പിച്ച് വെച്ചിരിക്കും. എല്ലാം ശക്തി ഒന്ന് തന്നെയാണ്. ലക്ഷ്മി ആരാധിച്ചാലും ദാമ്പത്യവും കിട്ടും, ഐശ്വര്യവും കിട്ടും, വിദ്യയും കിട്ടും. ഇവർക്ക് സാധിക്കും, അവർക്ക് സാധിക്കില്ല എന്നുള്ളതല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അഗസ്ത്യ സംവാദത്തിൽ പറയുന്നത് ഒരു കൺ സരസ്വതി, ഒരു കൺ ലക്ഷ്മി, കാമാക്ഷി എന്ന് പറയാൻ കാരണം. കാമദായിന്യേ നമഃ, ഭക്തന്മാർക്ക് സർവ്വ അഭീഷ്ടങ്ങളെയും സാധിക്കുന്നവൾ. എന്തെല്ലാം നമ്മൾ കാമിക്കുന്നുവോ അതെല്ലാം നമുക്ക് സാധിച്ചു തരുന്നവൾ ദേവി. ഇതെല്ലാം ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ്. ദേവർഷികളുടെ സംഘാത സൂയമാനാത്മ വൈഭവായ നമഃ, ദേവന്മാരാലും ഋഷിമാരാലും സ്തുതിക്കപ്പെട്ട ആത്മവൈഭവത്തോട് കൂടിയവൾ, എല്ലാവരാലും സ്തുതിക്കപ്പെട്ടവൾ. ഈ ദേവന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം ഒരു രൂപം ധരിച്ച് പുരുഷ രൂപത്തിൽ വന്നാൽ ദേവൻ, സ്ത്രീ രൂപത്തിൽ വന്നാൽ ദേവി, അത്രയേ ഉള്ളൂ. അല്ലാതെ ദേവൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത, ദേവി എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്നുള്ളതല്ല. അപ്പൊ എല്ലാവരും ദേവിയെ പൂജിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവനും ദേവിയുമായ രൂപത്തിൽ ഇരുന്നുകൊണ്ട് ഈശ്വരിയെ പൂജിക്കുന്നു എന്ന് പറയുന്നത്, ആ പൂജിക്കുന്ന ഈശ്വരി എന്ന് പറയുന്നത് 26 തത്വമായ ബ്രഹ്മം. അതുകൊണ്ട് എല്ലാവരും ആരാധിക്കപ്പെട്ടവൾ. ഭണ്ഡാശ്രവതോ ഗൃപ്തശക്തി സേനാ സമന്വിതായ നമഃ,
ബണ്ടാസുരനെ വധിക്കാനായി സേനയോടുകൂടി പുറപ്പെടുന്ന ദേവി. ഈ 2-3 ശ്ലോകങ്ങൾ ആ ബണ്ടാസുരന്റെ വധത്തെ പറ്റിയാണ് പറയുന്നത്. ആരാണ് ഈ ബണ്ടാസുരൻ? രുദ്രദൃഷ്ടിയിൽ മരിച്ചുപോയ കാവലിന്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഗണേശൻ സൃഷ്ടിച്ചതാണ് ബണ്ടാസുരൻ എന്ന് ലളിതോപാഖ്യാനത്തിൽ പറയുന്നു. ബണ്ടൻ എന്നാൽ ശരീരം ധരിച്ച ജീവൻ എന്നർത്ഥം. ഈ ജീവന്റെ അവിദ്യാജന്യമായ അഹങ്കാരത്തെ നശിപ്പിച്ച് ആത്മജ്ഞാനം നൽകുന്നവൾ ദേവി. അതാണ് ശരിക്കുള്ള അർത്ഥം. അവിദ്യാജന്യമായ അഹങ്കാരം. അവിദ്യാജന്മം എന്ന് പറഞ്ഞാൽ അത് വിദ്യ അല്ലാത്തതെല്ലാം അവിദ്യ. അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായ വസ്തു എന്ത് എന്നുള്ള ഉണർവാണ് വിദ്യ. അതല്ലാതെ ബാക്കിയെല്ലാം അവിദ്യ. ആത്മീയത്തിൽ, ലൗകികത്തിൽ വിദ്യ എന്ന് പറഞ്ഞാൽ പഠിത്തമെല്ലാം നല്ലത് തന്നെ, എല്ലാ ക്വാളിഫിക്കേഷൻ PSC MS ഇതൊക്കെ വിദ്യ തന്നെയാണ്. പക്ഷെ ആത്മീയത്തിൽ ഇതൊന്നും വിദ്യയായിട്ട് പറഞ്ഞിട്ടില്ല. വിദ്യ എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്ത് എന്നുള്ള ഉണർവാണ് വിദ്യ. എന്താണ് സത്യമായ വസ്തു? ബ്രഹ്മം. ബ്രഹ്മൈവ സത്യം പറയുന്നത്. അഹം ബ്രഹ്മാസ്മി തത്വമസി ശബരിമലയിൽ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കുള്ള മറുപടി തത്വമസി. തത് അത്, ത്വം നീ ആകുന്നു. തത് ത്വം അസി തത്വമസി. ഇതാണ് അതിന്റെ വേദവാക്യം. അതുകൊണ്ടാണ് എല്ലാ വചനങ്ങളും തരുമ്പോൾ ബ്രഹ്മൈവ സത്യം ഹരിഹി ഓം എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. ബ്രഹ്മയേവ സത്യം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം മിഥ്യ എന്നായി. അത് മിഥ്യ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം, സത്യം ഒന്നേ ഉള്ളൂ, അതല്ല എളുപ്പം. അത് ബ്രഹ്മയേവ സത്യമാണ്, ബ്രഹ്മൈവ സത്യം പറയുന്നത്. ആ ബ്രഹ്മമാണ് സത്യം, ബ്രഹ്മ മാത്രമാണ് സത്യം എന്നുള്ള ഉണർവാണ്, അറിവാണ് വിദ്യ. അതില്ലാത്തതാണ് അവിദ്യ. ആ അവിദ്യയിലുണ്ടാകുന്ന അജ്ഞാനം, അഹങ്കാരമാണ് ഈ ബണ്ടാസുരൻ. എന്നോ ഏതോ ഒരു അസുരനെ ദേവി വധിച്ചു എന്നല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ലോകമാണ് സത്യം, ഞാൻ അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളും എന്നും എനിക്ക് കിട്ടും, അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് നമ്മുടെ കുറ്റമല്ല, അങ്ങനെ നമ്മളെ ധരിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. മഹാമായ പ്രഭാവേണ സംസാര സ്ഥിതികാരണ ദേവി മഹാത്മത്തിൽ പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം ബ്രഹ്മമാണ്, എല്ലാം മിഥ്യയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കും ആരോടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ലോകത്തല്ല മഹാമായ പ്രഭാവേണ സംസാര സ്ഥിതികാരണ. സംസാരം സ്ഥിരീകരിക്കും, ലോകം നിലനിൽക്കണമെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് വേണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഉള്ളതുപോലെ തോന്നുന്നു, ഈശ്വരാനുഗ്രഹം കൊണ്ട് അനുഭവിക്കുന്നു, സന്തോഷം ഇന്നുണ്ട്, നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. സത്യമായ ഒന്നേ ഉള്ളൂ, ഈശ്വര സ്വരൂപം മാത്രം. അതാണ് ബ്രഹ്മം. ഈ ഉണർവ്, ഈ അറിവാണ് വിദ്യ. അതില്ലാത്തതെല്ലാം അവിദ്യ. അവിദ്യയിൽ ഉണ്ടാകുമ്പോൾ അഹങ്കാരം വരും, ഞാനെന്ന ഭാവം വരും, എൻ്റെതെന്നുള്ള ഭാവം വരും. അപ്പൊ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, ഇത് എൻ്റെതാണ്, കാരണം ഞാൻ എനിക്ക് മേലൊന്നുമില്ല എന്നുള്ള ഒരു അഹങ്കാരമാണ് ബണ്ടാസുരൻ. ആ ബണ്ടാസുരനെ വധിക്കാൻ ദേവി തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഗ്രഹങ്ങളുടെ ഒക്കെ ഉറവിടമായിരിക്കുന്ന ഞാൻ എന്ന ഭാവം, ആ ഭാവത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. ഇതാണ് ആത്മീയമായ കഥയായിട്ട് പറയുമ്പോൾ ബണ്ടാസുരനെ വധിച്ചു. ബണ്ടാസുരനെ വധിക്കാനായി ദേവി പുറപ്പെടുമ്പോൾ ദേവിയുടെ കൂടെ സഹായത്തിന്, യുദ്ധ സഹായമായിട്ട് വരുന്ന ആ ദേവതാ സ്വരൂപത്തിനെയാണ് ഇനി വർണ്ണിക്കുന്നത്. സമ്പത്കരി സമാരൂഢ സിന്ധുരവൃത സേവിതായേ നമഃ. സമ്പത്കരി എന്ന ദേവത നയിക്കുന്ന ആനക്കൂട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ദേവി. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ കാലാൾപ്പട, ചതുരംഗ സേന എന്ന് പറയും. ആന, കുതിര, തേര്, കാലാൾപ്പട. ആന എന്ന് പറഞ്ഞാൽ ഒരു ആന, ആനപ്പുറത്ത് ഒരാള്, ആനയ്ക്ക് മുമ്പിൽ ഒരാള്, ആനയ്ക്ക് പിമ്പിൽ ഒരാള്. ഇത് മൂന്നും ചേർന്നതാണ്. ഇതുപോലെ 10,000 കണക്ക്, 20,000 കണക്ക് ഓരോ കണക്കുണ്ട്. ഇത്രയും ആനകൾ. കുതിരപ്പട എന്ന് പറഞ്ഞാൽ ഒരു കുതിര, കുതിരയുടെ പുറത്ത് ഒരു യോദ്ധാവ്. തേരെന്ന് പറഞ്ഞാൽ ഒരു തേര്, 4 കുതിര, ഒരു തേരാളി, അതിനകത്ത് ഒരു യോദ്ധാവ്. ഈ തേരിൽ ഇരിക്കുന്ന യോദ്ധാവ് തേരിനെയും കുതിരയെയും തന്റെ കൊടിയെയും സംരക്ഷിക്കും. അതാണ് അയാളുടെ കർത്തവ്യം. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇല്ലാതായാൽ അവനത് തോൽവിയുടെ എന്നാണ്. ഇതുപോലെ ആനക്കൂട്ടങ്ങളുടെ തലവിയായിരിക്കുന്ന സമ്പത്കരിയാൽ നയിക്കപ്പെട്ട ഗജസേനയോട് കൂടിയവൾ ദേവി. യുദ്ധത്തിന് വരുന്ന വർണ്ണനയാണ് അവിടെ പറയുന്നത്. അശ്വാരൂഢാദിഷ്ടിതാശു കോടി കോടി വിരാവൃതായി നമഃ. ഇത് പറയുമ്പോൾ അശ്വാരൂഢാദിഷ്ടിതാശു കോടി കോടി വിരാവൃത എന്ന് പറയാൻ പാടില്ല. കോടി കോടി വിഹി ആവൃത, കോടി കോടി വിഹി ആവൃത. ഇത് പറയുമ്പോൾ വിഷമം തോന്നണ്ട, പ്രയാസപ്പെടേണ്ട, ചേർത്തങ്ങ് പറഞ്ഞാൽ ശ്വാസം വിടുന്നത് സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ.
അശ്വാരൂഢാശ്വ കോടി കോടി വിരാവൃത, കോടി കോടി വിരാവൃത നിർത്തത്. വിരാവൃത കോടി കോടി വിഹി ആവൃത. ഈ കോടി എന്ന് പറയുന്നത് 1 followed by 7 zeros അല്ല. ഇതിലൊക്കെ പറയുന്നതെല്ലാം 10,000 നമ്മുടെ ദേവിമാർക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ സേനയുടെ നമ്പർ പറയും, ഒരുപാട് പറയും. ഈ കോടി, 1000, 10,000 പറയുന്നതൊന്നും ന്യൂമറിക്കൽ വാല്യൂ എടുക്കരുത്. അതിന്റെ പ്രഭാവത്തെ, ശക്തിയെ കാണിക്കുന്നു. അല്ലേ? നമ്മളങ്ങനെയല്ലേ പറയുള്ളൂ. ഒരു രക്ഷയില്ല. അമ്പലത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ, 1,00,000 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കല്യാണ മണ്ഡപവും ഒരു ക്ഷേത്രവും ഇന്ന് ഇന്ത്യയിലില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ലക്ഷക്കണക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അതാണ് കോടി കോടി വിഹി ആവൃത എന്ന് പറയുന്നത്. കോടി കോടി വിഹി ആവൃത. അപ്പം കോടി കോടി വിരാവൃത ചേർത്ത് പറയുന്നു. കോടി കോടി നിർത്തിയിട്ട് വിരാവൃത എന്ന് പറയുന്നത്. ഇവിടെ മഹിഷാസുരമർദ്ദിനി സ്തോത്രത്തിൽ പാടുന്നത് പോലെ അല്ലേ, ഭഗവതി ഹേശിതി കണ്ട കുടുംബിനി എന്ന് പാടി. സദാശിവ കുടുംബിനിയാണ്. അത് പ്രാസം വേണ്ടേന്ന് ചോദിക്കും. ഭഗവതി ഹേ ശിതി കണ്ട കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ. പ്രാസം വരുന്നില്ലേ? ആരാഗം വരുന്നില്ലേ? പുസ്തകത്തിൽ ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് കേട്ട് 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 വന്ന് ഇങ്ങനെ നമ്മളായി. ഹേ ഭഗവതി, ഹേ ശിതികണ്ഠ കുടുംബിനി, ഹേ രമ്യകപർദിനി, ഹേ ശൈലസുതേ, ജയ ജയ ജയ. ഇതാണ് അതിന്റെ പദം. മഹിഷാസുരമർദ്ദിനി സ്തോത്രം എടുത്ത വളരെ രസമായിരിക്കും. ഭ്രമരാധിപരയല്ല, ഭ്രമര ഭ്രമര ഭ്രമരാധിപതി. ഭ്രമരം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു വലിയ സബ്ജക്ട് കൊണ്ട് അങ്ങനെ കിട്ടും. അപ്പോ നമുക്കിവിടെ വേണ്ടത് അശ്വാരൂഢാശ്വ കോടി കോടി വിരാവൃത, കോടി കോടി വി ആവൃത, കോടി കോടി വിരാവൃത, കോടി കോടി വിരാവൃത ചേർത്ത് പറയാം. ചക്രരാജരുടെ സർവായുധ പരിഷ്കൃതായ ചക്രരാജം എന്ന തേരിൽ കയറി എല്ലാ ആയുധങ്ങളാലും അലങ്കരിച്ചിരിക്കുന്ന ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ആയുധം ഇതെല്ലാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ കുറിക്കും. ദേവിയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ ബുദ്ധിയെ കുറിക്കുന്നുണ്ട്. ബുദ്ധി എങ്ങനെ ഇരിക്കണം? തെളിഞ്ഞ ബുദ്ധിയായിരിക്കണം, നല്ല ഷാർപ്പായിരിക്കണം. അല്ലേ? അതാണ് ഈ ആയുധങ്ങൾ. അപ്പോൾ നമുക്ക് പറയുന്നതെല്ലാം, ആയുധങ്ങളെല്ലാം നമ്മുടെ ബുദ്ധിയെ കുറിക്കുന്നതാണ്. ഗേയചക്രധാരുടെ മന്ത്രിണി പരിസേവിതായ നമഃ. ഗേയചക്രത്തിൽ കയറി മന്ത്രിണി എന്ന ദേവതയാൽ ചൂടപ്പെട്ട സേനയോട് കൂടിയ ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദേവി തന്നെയാണ് പല ദേവതാ സ്വരൂപത്തിൽ ആ യുദ്ധത്തിന് പോകുന്നതായി വർണ്ണിക്കുന്നതേ ഉള്ളൂ. ഗിരിചക്രധാരുടെ ദണ്ഡനാഥ പുരസ്കൃതായ നമഃ. ദണ്ഡനാഥ എന്ന ദേവി ഗിരിചക്രം എന്ന രഥത്തിൽ കയറി മുമ്പിൽ സഞ്ചരിക്കുന്നു. ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രാകാര മധ്യകായ നമഃ. ജ്വാലാമാലിനി എന്ന ദേവതയാൽ ചൂടപ്പെട്ട ആ അഗ്നി കോട്ടയാൽ സംരക്ഷിക്കപ്പെട്ട ആ സേനയുടെ നടുവിൽ ദേവി യുദ്ധത്തിന് പോകുന്നതായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ജ്വാലാമാലിനിയാൽ രക്ഷിക്കപ്പെട്ട സേനയോട് കൂടിയവൾ. ബണ്ഡസൈന്യവധോദിത്ത ശക്തി വിക്രമ ഹർഷിതായ നമഃ. ബണ്ഡാസുരുടെ സേനകളെ വധിക്കാനായി ശക്തി ദേവതകളുടെ പരാക്രമം കണ്ട് സന്തുഷ്ടിയായ ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദേവതാ സ്വരൂപങ്ങളും അവരവരുടെ രീതിയിൽ വന്ന് യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ ദേവിക്ക് സന്തോഷം വരുന്നു എന്ന് പറഞ്ഞാൽ, ദേവിക്ക് സന്തോഷം എന്ന് പറയുന്നത് ഭക്തന്റെ മനസ്സിലുള്ള സന്തോഷം. ദേവിക്ക് സന്തോഷം സന്താപമൊന്നുമില്ല. അവർക്ക് എന്താണ് പ്രശ്നം? ഗ്യാസിന്റെ വില കൂടിയുന്നു, ഇലക്ട്രിസിറ്റി റോഡ് കൂടിയുന്നു, എന്തെങ്കിലും അറിയുന്ന കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പോലെ കുക്കിംഗ് പോലും വേണ്ട ദേവി, അല്ലേ? നേരത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമുക്കുള്ളത് തന്നെയാണ്. ദേവിക്ക് പ്രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീതി നടത്താം. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. ദേവി ഒന്നും ചോദിക്കുന്നതല്ല. ചോദിക്കുന്നതായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറും ബിസിനസ്. ഒരു ദേവി ഹേയോപാദയ വർജിതായ വരുന്നുണ്ട്. എല്ലാ ലളിതാ സഹസ്രം മുഴുവൻ പറയുകയും ചെയ്യും. പിന്നെ ഇതിന് ആ ദേവി വന്ന് പറഞ്ഞു, എനിക്ക് രാത്രി സ്വപ്നത്തിൽ കണ്ടു, എനിക്കൊരു പട്ട് വാങ്ങിച്ച് ചാർത്തണം. നെവർ. എനിക്കൊന്ന് വേണമെന്ന് ഞാൻ ചോദിച്ചാൽ ഐ ആം എ ബെഗർ, അല്ലേ? പറഞ്ഞു എത്ര ആയാലും ശരിയാണ്. ഒന്ന് വേണമെന്ന് ഞാൻ ഒരാളുടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെഗിങ്. തന്നാൽ അത് ഗിഫ്റ്റ്, തന്നാതെ എടുത്തുകൊണ്ട് പോയി അത് ഗിഫ്റ്റ്, ചോദിച്ചാൽ ഭിക്ഷ. ദേവി വന്ന് നമ്മോട് ചോദിക്കും. എന്നാൽ പിന്നെ ദേവിയെ നമ്മോട് ചോദിക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ ആരാണ് നമുക്ക് തരാനുള്ളത്? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചാർത്തും. അല്ലെങ്കിൽ ദേവി പറയണം, നോക്കിയിട്ട് ഇത് കൊള്ളൂല, RMK എടുത്ത സാരിയില്ല, എനിക്ക് വേണ്ട. ഏതെങ്കിലും ഒരു ദേവി പറയട്ടെ, ഞാൻ സമ്മതിക്കാം. അല്ലേ? സാധാരണ ഒരു 500 രൂപയുടെ സാരി വാങ്ങിച്ചാലും ദേവി ചാർത്തിയാലും ആ വിഗ്രഹത്തിൽ തന്നെ ഇരിക്കും. 50,000 രൂപയുടെ പട്ട്
പഞ്ചസാര ചാർത്തിയാലും വിഗ്രഹത്തിൽ തന്നെ ഇരിക്കും. ഒന്നും സ്വീകരിക്കുകയില്ല, ഒന്നും തിരസ്കരിക്കില്ല. അയ്യോ പറയുന്നില്ല, താഴെ വരുന്നുണ്ട് പറയുന്നത്. എന്തിനാണ് ഇത് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി വെറുതെ ചുമ്മാ ആളുകൾ കച്ചവടത്തിന് വേണ്ടി പറയുന്നതാണ് ഇതെല്ലാം. പേടിക്കുകയേ വേണ്ട. പലർക്കും അതുണ്ട്, എനിക്ക് അവിടെ പെട ചെയ്യാൻ സാധിക്കില്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഉടനെ സ്വർണ്ണ തൊട്ടിലിൽ പിന്നെ സ്വർണ്ണ ഒരു കുഞ്ഞിൻ്റെ ഇതുണ്ടാക്കി അവിടെ ആ തൊട്ടിൽ കെട്ടണമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കും. അയ്യോ ചെയ്യാൻ പറ്റില്ല എന്ന് വേണ്ട. മരത്തൊട്ടിൽ സാധാരണ ഒരു പാവയെ കെട്ടിയാലും മതി, ദേവിയെ സ്വീകരിക്കും. കാരണം സ്വർണവും മരത്തൊട്ടിലും നമുക്കാണ്. ദേവിയെ സംബന്ധിച്ച് സ്വർണവും ഒന്നുമില്ല, മരത്തൊട്ടിലും ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഭണ്ഡസന്റെ ശക്തി വിക്രമ ഹർഷിതായ ഭണ്ഡാസുരനെ വധിക്കാനുള്ള പരാക്രമം കണ്ടു പോകുന്നവൾ ദേവി നിത്യാപരാക്രമാണോപ നിരീക്ഷണ സമുത്സുകായി നമ. നിത്യാദേവതകളുടെ അതിശയമായ പരാക്രമം കണ്ട് സന്തോഷിക്കുന്നു. ഓരോ ദേവതകളും യുദ്ധത്തിന് പോകുമ്പോൾ അവരവരുടേതായ ആ കർത്തവ്യം നിറവേറ്റുന്നത് കണ്ട് സന്തോഷിക്കുമെന്ന് പറഞ്ഞാൽ, ഈശ്വര വിചാരം നമ്മൾ ചെയ്ത് 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 വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനെന്ന അഹങ്കാരം വരണം. വന്നാലേ കാണിച്ച ഭക്തി ഭക്തിയാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രയോജനം. ശിവാനന്ദയിൽ കണ്ടതിന്റെ ഭക്തിയുടെ ലക്ഷണം എന്താണ്? ആദിശങ്കർ പറയുന്നു, പരദൂഷണം, എള്ളളവ് പോലും പാടില്ല, ആരെയും ദുഷിക്കരുത്, ഇല്ലാത്തതോ ഉള്ളതോ എന്തായാലും ശരി. പരദൂഷണം എന്ന് പറയുന്നത് ചെറിയ ഒന്നിനെ ഊതി പെരുത് വലുതാക്കി 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 അവസാനം കണ്ണും കാലം മൂക്ക് വെച്ച് ഒരു ചെവി അടുത്ത ചെവിയിൽ പോകുമ്പോൾ അതിന്റെ ഡബിൾ എഫക്ട് ആകും. ഇങ്ങനെയാണ് പരന്ന് വരുന്നത്. ഈ പരദൂഷണത്തിനൊരു കഥയുണ്ട്. നമ്മള് എപ്പോഴും തത്വമന്ത്രം നോക്കിയാൽ പോലെ അതൊക്കെ നോക്കാം. ഒരു മഹാരാജാവ് അത്യധികം പ്രജകളെ സംരക്ഷിക്കുന്ന ഒരു നല്ല വ്യക്തിയായ മഹാരാജാവ്. ഇതുപോലെ ഭരണാധികാരികളെല്ലാം പുരാണ ഇതിഹാസങ്ങളുടെ കഥകളിലെ കാണുകയുള്ളൂ, പ്രാക്ടിക്കലായിട്ട് കാണാൻ സാധിക്കില്ല. പ്രജകളെയെല്ലാം സ്വന്തം കുട്ടികളെ പോലെ സംരക്ഷിക്കുന്ന മഹാരാജാവ്. അദ്ദേഹത്തിന്റെ ദിനചര്യ എന്താണെന്ന് പറഞ്ഞാൽ, രാവിലെ എണീറ്റാൽ തൊഴുത്തിൽ പോയി എല്ലാ കന്നുകാലികൾക്കും ഭക്ഷണം കൊടുക്കും, വൈക്കോൽ കൊടുക്കും, അദ്ദേഹത്തിന് കൈകൊള്ളും. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും. എത്ര തന്നെ നല്ലവനായാലും ജന്മം ജനനത്തെയും മരണത്തെയും കുറിക്കും അല്ലെ. ജനിച്ചതെല്ലാം മരണപ്പെട്ടിരിക്കണം. രാജാവ് മരണപ്പെട്ടു. ഉടൻ തന്നെ ഇത്രയും നല്ല ഒരു സാത്വികമായ രാജാവിലെ വിഷ്ണുദൂതന്മാർ വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്. അപ്പോ ചോദിച്ചു, എന്താണ് കാര്യം? ഒരു ചെറിയ പരീക്ഷണമുണ്ട്, അത് കഴിഞ്ഞാൽ അകത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. എന്താ നോക്കിയപ്പോൾ വലിയൊരു ചാണകമല, അവിടെ ഇത് മുഴുവൻ ഭക്ഷിക്കണം. രാജാവ് പറഞ്ഞു, ഞാൻ ചെയ്യാം. എന്താണ് കാരണം എന്ന് എനിക്കൊന്ന് പറഞ്ഞൂടെ? നിങ്ങൾ ദിവസവും പുല്ല് കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരു പുല്ലിന്റെ അറ്റത്തെ ശകലം ചാണകം മുട്ടി അതറിയാണ്ട് ആ പശു കഴിച്ചു. നോക്കണേ, എത്ര സൂക്ഷിച്ചാലും അറിയാണ്ട് നമ്മൾ പാപം ചെയ്തു പോകും. അതുകൊണ്ടാണ് മനുഷ്യനായി ജനിച്ചത്. പാപം കൊണ്ട് മിശ്രിതം മനുഷ്യ ജീവിതം. വരുന്ന കഷ്ടങ്ങൾ ദുഃഖങ്ങളാണ്. താപത്രയാകിന്റെ സംതൃപ്ത സമാഹ്ലാദന ചന്ദ്രിക. അതിന് ഞാൻ പറയാം പാപം എന്താണ്, എങ്ങനെയാണ് വരുന്നത്. ഇപ്പോ രാജാവ് പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തതല്ലേ, എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? എന്നാൽ ഭരണം ഏറ്റത് മുതൽ ഇന്ന് വരെ എല്ലാവരും പ്രശംസിക്കുന്ന മാതിരിയെ നിങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ ദുഷിക്കുന്ന മാതിരി ഒരു കാര്യം ചെയ്താൽ ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം. ബുദ്ധിമാനായ രാജാവിന്റെ ശരി സമയത്ത് 5 മിനിറ്റ് സമയം. അങ്ങനെ രാജാവിന്റെ മൃതദേഹം വെച്ച് അവിടെ എല്ലാം സംസ്കാരത്തിന് തയ്യാറാകുമ്പോൾ പെട്ടെന്ന് എണീച്ചു വരികയാണ്. എങ്ങനെയിരിക്കും പ്രജകൾ മരിച്ചാളെ ജീവിച്ചു വരിക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇതാണ്. നടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കിളിപ്പറത്ത് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ വന്നവരമ്മ പറഞ്ഞു, അവര് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും മറ്റേ ഇതൊക്കെ കെട്ടി റെഡിയാക്കി പെട്ടെന്ന് എന്ത് പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് എണീച്ച് ചെയ്തിട്ടുള്ള എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഭഗവതിയത്തെ ക്ലാസ് പഠിക്കണം നടന്ന സംഭവമുണ്ട്. മഹാരാജാവ് എണീച്ചു. എല്ലാവർക്കും അത്യധിക സന്തോഷം. ഉടനെ പറഞ്ഞു, എനിക്കിപ്പോ ഗ്രാമപ്രദർശനം ചെയ്യണം, കൊട്ടാരത്തിൽ ആനയെ കൊണ്ടുവരാം. അപ്പൊ ആനപ്പുറത്ത് അമ്പാരി, അതിനകത്ത് മഹാരാജാവിരുന്ന മഹാറാണി ഇവിടെ പോകും. ഇതാണ് ആ രാജ്യത്തിന്റെ സ്ഥിതി. മഹാറാണി വന്നപ്പോ എല്ലാം പറഞ്ഞു, വേണ്ട, എന്റെ സഹോദരിയെ വിളിക്കുക. സഹോദരിയെ വിളിച്ച് വലത് തുടയിൽ ഭാഗത്തിരുത്തി അദ്ദേഹം ഒരു പ്രദർശനം ചെയ്തു. എല്ലാ ജനങ്ങളും നോക്കി, എത്ര നല്ല ബുദ്ധിമാനായ രാജാവായിരുന്നു. മരിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ഇങ്ങനെ ബുദ്ധിയായി പോയത്.
ഭാര്യയ്ക്കും വ്യത്യാസം അറിയില്ല. വലതുതൊരു സഹോദരി വെച്ച് പോകുന്നു മടയാൻ, അങ്ങനെ എങ്ങനെയാണ് ദുഷിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് പൂർത്തിയായപ്പോൾ ആനപ്പുറത്ത് നിന്ന് മഹാരാജാവ് താഴെ വീണു. നേരെ സ്വർഗത്തിൽ പോയപ്പോൾ വാതിൽ തുറന്നിരിക്കുകയാണ്. അദ്ദേഹം ശരി, ഈ മല എവിടെയാണ്? അതെന്തിനാ? അത് ഇല്ല പ്രത്യക്ഷമായി. അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്നാ ശരി, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. അവിടെ ധാരാളം വിറം വെച്ചിട്ടുണ്ട്. നമ്മുടെ വിവാഹത്തിനൊക്കെ ലഡ്ഡു ഉണ്ടാക്കി വെക്കില്ലേ, അതുപോലെ ഓരോ ഉരുട്ടി ചാണകം വരെ വെച്ചിരിക്കുക. എന്തിനെന്നറിയാമോ? എന്തിനായിരിക്കും? ഈ ദുഷിച്ചവർക്കെല്ലാം ചെയ്യാതെ അദ്ദേഹം വന്നു. എന്താണ് കാര്യം എന്നറിയാതെയാണ് നമ്മൾ ദുഷിക്കുന്നത്. പക്ഷേ പരദൂഷണം ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ശിവാനന്ദഗിരിയിൽ 2 ശ്ലോകം തന്നെ പരദൂഷണത്തെ പറ്റി പറയുന്നത് ആവശ്യങ്ങൾ, അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ഭംഗിയായി പറയുന്നു. ഇതൊന്നും പാടില്ല. ഇപ്പൊ നമ്മള് പറഞ്ഞു വന്നത്, ആ ദേവി ആരാധന ചെയ്യുന്തോറും നമ്മുടെ മനസ്സിൽ നിന്നും ഞാനെന്നുള്ള അഹംഭാവം ഇല്ലാതായി കുറച്ചായിട്ട് പോകും. അതാണ് ഇവിടെ ഓരോരോ സേനകളായി വന്ന് ബണ്ടാസുരനെ വധിക്കുന്നതായി പറയുന്നത്. എല്ലാത്തിനും റൂട്ട് മീനിങ് ഉണ്ട്, ഇന്നർ മീനിങ് ഉണ്ട്. അത് മനസ്സിലാക്കിയാലേ തത്വം മനസ്സിലാവുകയുള്ളൂ. ബണ്ഡപുത്രപദോദിക്ത ശക്തിസേന സമന്വിതായ നമഃ. ബണ്ഡപുത്രന്മാരെ വധിക്കാൻ അവിടെ നിൽക്കുന്ന ബാലാദേവിയുടെ വിക്രമം കണ്ട സന്തുഷ്ടിയായ ദേവിക്ക് നമസ്കാരം. ബണ്ടാസുരന്റെ 2 പുത്രന്മാർ, 30 പേരുണ്ട്. അതിൽ ഏറ്റവും വലുത് 2 പേർ. അവരെ വധിക്കാനായി ബാലാസ്വരൂപത്തിൽ ദേവി അവതരിച്ചു. ആ ദേവിയുടെ ആ ബാലാരൂപത്തിൽ ബണ്ടാസുരന്റെ പുത്രന്മാരെ വധിക്കുന്നത് കണ്ട് സന്തോഷിച്ച ദേവി. പുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മകൻ. പുത്രൻ എന്ന് പറഞ്ഞാൽ മകൻ എന്ന് മാത്രം അർത്ഥമല്ല. ആത്മീയ പുത്രൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്ന് അർത്ഥം. അതുകൊണ്ട് അപുത്രസ്യ ഗതിർനാസ്തി എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇപ്പൊ കുട്ടികളില്ലാത്തവർക്കൊന്നും ഗതി കിട്ടില്ല എന്ന രീതിയിൽ ആളുകൾ അതിന് വ്യാഖ്യാനം കൊടുക്കും. കുട്ടികളില്ലാത്തവർ ഗതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസർക്ക് കുട്ടികളില്ല, ജഗദ്ഗുരു ആദിശങ്കരന് കുട്ടികളില്ല. അവരെല്ലാം ഗതിയില്ലാതെയാണ് ഇരിക്കുന്നത്. ഈ പുത്രനുള്ളവർക്ക് എങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നുള്ള ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇല്ലാതെ മരുന്നിക്ക് ഇല്ലേന്നും തൊല്ലയിട, ഇരിക്കുന്ന വാക്കിയിലെ ഉള്ളതെല്ലാം തൊല്ലയിട പാട്ടുണ്ട്. എന്തിന് പുത്രനായിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരു സവിശേഷത ഇരിക്കുമ്പോൾ അപുത്രത്തെ ഗതിർനാസ്തി എന്നുള്ള ശാസ്ത്രം പറയുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അറിവ്, നോളജ്. അറിവില്ലാത്തവൻ എങ്ങനെ ഗതി പിടിക്കും? അതാണ് അപുത്രത്തെ ഗതിർനാസ്തി എന്ന് പറയുന്നത്. ബണ്ടാസുരന്റെ പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ആ അഹങ്കാരം കുറഞ്ഞു വരുമ്പോൾ ഈ അഹങ്കാരം എന്നിൽ നിന്ന് മാറിയാലേ എനിക്ക് കിട്ടുകയുള്ളൂ ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. ആ ബുദ്ധി, അതാണ് പുത്രൻ. മന്ത്രിണ്യംബാവിരചിത വിഷംഗവധ ദോഷിതായ നമഃ. മന്ത്രിണി ദേവി വിഷംഗാസുരനെ വധിച്ചത് കണ്ട് സന്തോഷിച്ചവൾ. ഒരു പുത്രന്റെ പേര് വിഷംഗൻ. ഈ ബണ്ടാസുരൻ ഉടനെ തന്റെ 2 ചുമലിൽ നിന്നും വിശുക്രൻ, വിഷംഗൻ എന്ന് 2 അസുരന്മാരെ പുത്രന്മാരെ സൃഷ്ടിക്കും. ആ പുത്രന്മാരെ സൃഷ്ടിച്ചപ്പോൾ അവരെ വധിക്കാനായി ദേവി വേറെ രൂപമെടുത്ത് അവതരിച്ചു. അതാണ് വിശുക്രപ്രാണഹരണ വാരാഹി വീരനന്ദിതായ നമഃ. ഇതെല്ലാം ചെയ്തു നോക്കി. എന്നിട്ടും ബണ്ടാസുരന് ദേവിയുടെ സൈന്യത്തെ എതിർക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മായ കൊണ്ട് ഒരു ചക്രം സൃഷ്ടിച്ച് അവർ ആ യുദ്ധഭൂമിയിൽ പ്രതിഷ്ഠിച്ചു. ആ മായ കൊണ്ടുണ്ടാക്കിയ ചക്രത്തിന്റെ പ്രഭാവം കാരണം ദേവി സൈന്യം മുഴുവൻ മോഹർസ്യപ്പെട്ട് താഴെ വീണു. അപ്പൊ എന്ത് ചെയ്തു ദേവി? പരമേശ്വരനെ ധ്യാനിച്ച് പരമേശ്വരന്റെ മുഖത്തിൽ നിന്നും ആ ഗജാസുരനെ അവർ ഉത്പത്തിയാക്കി. അതാണ് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വരായ നമഃ. കാരണം വിഘ്നം വരുത്തിയില്ലേ? വിഘ്നത്തിന് ഇല്ലാതാക്കുന്നതാരാ? വിഘ്നേശ്വരൻ. കഷ്ടങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. അങ്ങനെ പരമേശ്വരനെ ധ്യാനിക്കുകയും പരമേശ്വരന്റെ മുഖത്തിൽ നിന്നും ഗജസൈന്യങ്ങൾ വരികയും അങ്ങനെ മഹാഗണപതിയുടെ സഹായത്തോടെ ആ എവിടെയാണോ പ്രതിഷ്ഠിച്ചത് ആ യന്ത്രത്തെ തന്റെ തുമ്പിക്ക് കൊണ്ട് മഹാഗണപതി എടുത്ത് കളയുകയും ചെയ്തു. അങ്ങനെ ബണ്ടാസുരനെ വധിക്കാനുള്ള സന്ദർഭം ദേവിക്ക് ലഭിച്ചത് മഹാഗണപതിയുടെ സഹായം കൊണ്ട് എന്നാണ് അവിടെ പറയുന്ന കഥയിൽ. മഹാഗണേശ നിർമ്മിത വിഘ്നയന്ത്രം പ്രതിഷ്ഠിതായ നമഃ. മഹാഗണപതിയാൽ വിഘ്നയന്ത്രം തകർക്കപ്പെട്ടത് കണ്ട് ദേവി ആനന്ദിച്ചു. ബണ്ടാസുരേന്ദ്രൻ മുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണ്യേ നമഃ. ബണ്ടാസുരൻ പ്രയോഗിച്ച ശസ്ത്രങ്ങൾ തടുക്കാൻ പ്രത്യസ്ത്രം വർഷിച്ച ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അസ്ത്രം എന്ന് പറഞ്ഞാൽ
അമ്പ് ഒന്നേ ഉള്ളൂ. അതെടുത്ത് വെച്ച് മന്ത്രപൂർവമായി അതിനെ പ്രയോഗം വേണം. അപ്പൊ അത് ഒരു മന്ത്രം ജപിക്കണമെങ്കിൽ ആ വില്ല് എങ്ങനെ പിടിക്കണം, എങ്ങനെ ജപിക്കണം, ഇതെല്ലാം ധനുശാസ്ത്രത്തിലുണ്ട്. ധനുർവിദ്യ ഇത് നമുക്കും അറിയാം, എതിരാളിക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ നാടകങ്ങളിൽ ജാഗ്രത എന്ന് പറഞ്ഞിട്ടാണ് വില്ല് പിടിക്കുന്നത്. അവന്റെ അറ്റൻഷൻ വാങ്ങണം, നോക്കിക്കോ ഞാൻ എന്താ ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ് വില്ല് പിടിക്കുന്നത്, എങ്ങനെയാണോ അയാൾ അതിനെ നമിക്കുന്നത്, എങ്ങനെ മന്ത്രം ഉച്ചരിക്കുന്ന ലിപ്സ് മൂവ്മെന്റ് വെച്ച് എതിരാളി മനസ്സിലാക്കാം. ഇയാൾ ആഗ്നേയാസ്ത്രമാണ് പ്രയോഗം ചെയ്യുമെങ്കിൽ അയാളോട് വാരുണാസ്ത്രത്തെ പ്രയോഗം ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടാസ്ത്രം ഇങ്ങനെ വരും, ചിലപ്പോൾ രണ്ടും വരും, പിടിച്ച് താഴെ. ഈക്വൽ ശക്തിയാണെങ്കിൽ ഒന്നും, ശക്തി കുറഞ്ഞതാണെങ്കിൽ ശക്തി കൂടിയത് അതിനെ ഇല്ലാതെ. അപ്പോൾ ആഗ്നേയാസ്ത്രം പ്രയോഗം ചെയ്താൽ വാരുണാസ്ത്രം ചെയ്യണം. ഇതുപോലെ അസ്ത്ര പ്രത്യസ്ത്ര ഭക്ഷ്യനീയമാണ്. അതെങ്ങനെ? കരാങ്കുളിനകോത്പന്ന നാരായണ ദശാകൃത്യമാണ്. സാധാരണ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു വലിയ ശ്ലോകമാണ് അത്. അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ ഞാൻ പറഞ്ഞു കാണിക്കാം. കരാങ്കുളിനകോത്പന്ന നാരായണ ദശാകൃതി. പലർക്കും പന്ന നാരായണ എന്നൊന്നുമല്ല, നല്ല നാരായണ. എന്തുമാത്രം അർത്ഥമുള്ള ഒരു വാക്കുകളെ. കരം എന്ന് പറഞ്ഞാൽ കൈ, അങ്കുലി എന്ന് പറഞ്ഞാൽ വിരൽ, നഖം. ദേവി പണ്ടാസുരനെ വധിക്കാനായിട്ട് രണ്ട് കൈ കൊണ്ട് മാറി മാറി അസ്ത്രപ്രയോഗം ചെയ്യുകയാണ്. അപ്പൊ ദേവിയുടെ ആ 10 വിരലിൽ നിന്നും അസ്ത്രം വരുന്നത് കണ്ടാൽ സാക്ഷാത് നാരായണൻ 10 അവതാരം എടുത്ത് വരുന്നതാണോ എന്ന് തോന്നുന്നു ആ യുദ്ധം കണ്ടാൽ. കര, അങ്കുളി, നഖ ഉത്പന്ന നാരായണ ദശാകൃതി. ഇതാണ്. അപ്പൊ കരാങ്കുളി നഖോത്പന്ന നാരായണ ദശാകൃതി എന്ന് പറയണം. കരാങ്കുളി നഖോത്പന്ന നാരായണ ദശാകൃതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബുക്ക് കിട്ടിയാൽ നമ്മുടെ ഈ വക്കീലന്മാരെ കേസെടുത്ത് മടക്കണമാരെ തേക്ക് രണ്ടായിട്ട് മടക്കും. അതേപോലെ ബുക്കിനെ മടക്കി കളയും. ഇവിടെ പകുതി അവിടെ പകുതി, എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില വാക്കുകൾ 2 അക്ഷരം അങ്ങോട്ട് മാറും, ചില വാക്കുകൾ 2 അക്ഷരം ഇങ്ങോട്ട് മാറും. അങ്ങനെയാണ് ഈ അബദ്ധങ്ങൾ ഒരുപാട് വരുന്നത്. അതാണ് രക്ഷരോമൃതാസമുന്നേ മധ്യമാണെന്ന് പാടുന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാം, രക്ഷരോമൃതാതാരദാ സമുന്നേയ മധ്യമ ലൈൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരേപോലെ അങ്ങനെ പറയാൻ പാടില്ല. കരാങ്കുളി നഖോത്പന്ന നാരായണ ദശാകൃതി എന്ന് പറഞ്ഞാൽ കരമാകുന്ന നിലത്തിൽ നിന്നും ഉൽപ്പന്നം പുറത്തു വരപ്പെട്ട 10 ആകൃതി എടുത്ത് മഹാവിഷ്ണു വരുന്നുവോ എന്ന് തോന്നുന്നു. അതെങ്ങനെ ഉച്ചരിക്കണം? കരാങ്കുളി നഖോത്പന്ന നാരായണ ദശാകൃതി. കരാങ്കുളി നഖോത്പന്ന നാരായണ ദശാകൃതി ചേർത്ത് പറഞ്ഞ കുഴപ്പമില്ല. കരാങ്കുളി നഖോത്പന്ന നാരായണ ദശാകൃതി എന്ന് പറയാൻ പാടില്ല. ഒരുപാട് സ്ഥലത്ത് ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും. സ്വല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഐ എം നോട്ട് ക്രിറ്റിസൈസിങ് എനിബഡി. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതുവരെ അങ്ങനെ പറഞ്ഞു പോയതും ദുഃഖിക്കുകയും വേണ്ട. ഇനി പറയുമ്പോഴെങ്കിലും കരാങ്കുളി നഖോത്പന്ന നാര വേണമെങ്കിൽ പേന കൊണ്ട് ആ പന്ന എന്നുള്ളതിന്റെ അടുത്ത് ഒരു കാമ ഇട്ടോ അവിടെ നിർത്തി. ശ്വാസം ഒക്കെ എനിക്ക് ചൊല്ലാൻ പറ്റില്ല, മുറിച്ചിട്ട് പറയാനേ പറ്റും. മുറിക്കുന്നത് കറക്റ്റ് എടുത്ത് മുറിക്കണം അല്ലേ? ചുക്ക് മുളകതിൽ ബലി എന്ന് പറഞ്ഞാൽ അർത്ഥം വരില്ല. ചുക്ക് മുളക് അത്ര ബലി മുറിക്കാം. കാമ ഇടുന്നത് അർത്ഥപൂർവമായി ഇടണം. കരാങ്കുളി നഖോത്പന്ന നാരായണ ദശാകൃതി. പുസ്തകം നോക്കുന്നോളൂ. കരാങ്കുളി നഖോത്പന്ന ഒരു സ്പേസ് വിട്ടിട്ട് നാരായണ ദശാകൃതി അടിച്ചു. ആ മഹിഷാസുരന്റെ സ്വതന്ത്രം എല്ലാത്തിനും അതുപോലെ. സുനയനവി ഭ്രമര 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 ഭ്രമരാധിപതേ. നമ്മൾ സുനയനവി ഭ്രമര ഭ്രമര ഭ്രമരാധിപതേ. രാവുന്നതൊന്നും ദേവിയുടെ ജോലിയല്ല. ഭ്രമര 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 ഭ്രമരാധിപതേ എന്നാണ് അർത്ഥം. പുസ്തകം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. നമ്മളത് കേട്ട് കേട്ട് പാടുമ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ ആയിപ്പോയി. മഹാപാശുപരാസ്ത്രാക്ക് നിർദ്ദഗ്ധാസ്ത്ര സൈനികായേന മഹാ. ദൈത്യ സൈന്യങ്ങൾ അജ്ഞാനത്തോടുകൂടി ബന്ധപ്പെട്ട മനോവൃത്തികളും മഹാപാശുപരാസ്ത്രം അത്യുന്നതമായ അദ്വൈത ചിന്തയുമാണ്. പറഞ്ഞാൽ ആ മഹാപാശുപരാസ്ത്ര പ്രയോഗത്താൽ പണ്ടാസുരന്റെ സൈന്യത്തെ മുഴുവൻ ദേവി വധിച്ചു. ഇത് കഥയായിട്ട് പറയുന്നു. എന്താണ് മഹാപാശുപരാസ്ത്രം? അദ്വൈത സിദ്ധാന്തം. 2, 3 ഇല്ല, ഒന്നേ ഉള്ളൂ. അതാണ് അഹം ബ്രഹ്മാസ്മി, അഹം ശിവം, അഹം ശിവം എന്ന് പറയുന്നില്ലേ. ആ 26 തത്വമായ ബ്രഹ്മത്തിന്റെ ഒരു അംശം തന്നെയാണ് നമ്മൾ. എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വര സർവഭൂതാന ഹൃദയശേ അർജുന തിഷ്ഠതി. ഗീതാചാര്യന്റെ വാക്കുണ്ടാവും. ഇതാണ് ഇതിന്റെ താത്പര്യം. അപ്പോ മഹാപാശുപരാസ്ത്രത്താൽ വധം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ അദ്വൈതഭാവം വന്ന് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്നുള്ള അഹങ്കാരം ഇല്ലാതായി.
അതാണ് ഭണ്ഡാസുരൻ. നേരത്തെ ഞാൻ പറഞ്ഞു കാമേശ്വരാസ്ത്ര സഭണ്ഡാസുര സൈനികായ നമഃ. കാമേശ്വരാസ്ത്ര ബോധസ്വരൂപമായ അഗ്നിയാണ്. അതിന്റെ ജീവഭാവം സൂക്ഷ്മ ശരീരത്തോട് നശിച്ച് ശിവരൂപമായ ശുദ്ധബോധം മാത്രം അവശേഷിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ എന്നുള്ള ഭാവം മാറി അഹം ശിവം എന്നുള്ള ഭാവം നമുക്ക് കൊണ്ടുവരുന്നത്. അതാണ് യുദ്ധത്തിൽ പറയുമ്പോൾ ഭണ്ഡാസുരനെ വധിക്കാൻ കാമേശ്വരാസ്ത്രം പ്രയോഗം ചെയ്തു. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്കൃത വൈഭവായ നമഃ. അങ്ങനെ ഭണ്ഡാസുരൻ വധിക്കപ്പെട്ടപ്പോൾ ദേവന്മാരെല്ലാം എല്ലാ ശ്ലോകത്തിനും അറിയാം. മതം നടന്നു കഴിഞ്ഞാൽ ആകാശത്ത് നല്ല ബാസ്കറ്റില് പൂക്കളും വെച്ചോട്ട് ചെറിയായിട്ട് നിൽക്കും ദേവന്മാർ. ഉടനെ പുഷ്പവൃത്തി. അതുവരെ മിണ്ടാതിരിക്കും. അടികൊണ്ട് ചാകുന്നത് വരെ മതം നടന്ന ഉടനെ പുഷ്പവൃത്തി. എന്താണ് ഈ പുഷ്പവൃത്തി? അപ്പൊ ഈ ചാലയിൽ തോവാലൊക്കെ പൂവൊക്കെ വാങ്ങിച്ച് ദേവന്മാർ അവിടെ കൊണ്ട് കുട്ടകുട്ടയായിട്ട് വെച്ച് തള്ളുന്നതാണോ? സന്തോഷം. സന്തോഷത്തിന് നമ്മുടെ ഉള്ളിൽ ഞാനെന്ന അഹങ്കാരം പോയി എന്ന് വരുമ്പോൾ ആ മനസ്സിൽ കിട്ടുന്ന സന്തോഷം എല്ലാം മറന്ന് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ദീപാരാധന, അല്ലെങ്കിൽ 8 മണിക്ക് അത്താഴപ്പുഴയിൽ ദീപാരാധന. ആ സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ കാണുന്നത് പൂനേക്കാൾ കൂടുതൽ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ആ ദൈവത്തെ ഉൾക്കൊള്ളുന്നത്. അനുഭവിച്ചാൽ മനസ്സിലാവും. കാരണം എല്ലാവരുടെയും കോൺസെൻട്രേഷനും അവിടെ അങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ആ ഒരു സെക്കൻഡ് ആ ദീപാരാധന മണിനാഥവും കേട്ട് നമ്മൾ കാണുമ്പോൾ എല്ലാം മറന്നിട്ട് ഒരു സെക്കൻഡ് നമ്മൾ നിൽക്കുന്നില്ല. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുമോ? പഞ്ചസാരയുടെ മധുരം എങ്ങനെയാണ്? മണിക്കൂർ കണക്കിൽ സംസാരിച്ചാലും മനസ്സിലാവില്ല, പേജ് കണക്കിന് എഴുതിയാലും മനസ്സിലാവില്ല. എപ്പോ മനസ്സിലാവും? ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതേപോലെ അമ്പലത്തിൽ പോയി എന്ത് കിട്ടിയെന്നൊക്കെ നീ പോയി നോക്കി എങ്കിലും കിട്ടുന്നു. അപ്പൊ അതാണ് ഇവിടെ പുഷ്പവൃത്തി എന്ന് പറയുന്നത്. ദേവിമാഹത്തിൽ ധാരാളം സ്ഥലത്ത് വരും. അവസാനം വരുമ്പോൾ ദേവന്മാർ പുഷ്പവൃത്തി നടത്തി എന്ന് പറഞ്ഞാൽ ആ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പുഷ്പവൃത്തി. ഹരനേത്രാഗ്നി സംതക്ത കാമസഞ്ജീവന ഔഷധ്യേ നമഃ. പരമേശ്വരനാൽ നേത്രാഗ്നി ദഹിച്ച കാമദേവനെ വീണ്ടും ജനിപ്പിച്ച മൃതസഞ്ജീവിനിയായ ദേവി എന്ന് ഞാൻ സ്വന്തം ചെയ്യുന്നു. എന്താണ് രക്ഷയാഗം? അതിൽ ദാക്ഷായണി അന്തർധാനമായി. രക്ഷയാഗം കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മളെല്ലാം മനസ്സിലാക്കിയത് ദാക്ഷായണി ദക്ഷന്റെ അനുവാദമില്ലാതെ പരമേശ്വരനെ പരിണയിച്ചത് കൊണ്ട് ദക്ഷൻ പരമേശ്വരന് വിരോധിയായി എന്നാണ് നമ്മളൊക്കെ അതാണ് കഥകളിൽ പറയുന്നത്. ശിവപുരാണം ശരിക്കും നോക്കിയാൽ അതല്ല അതിന്റെ കാര്യം. ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അഹങ്കാരം, അതാണ് ദക്ഷൻ. എല്ലാം തത്വങ്ങളാണ്. കഥാരവുമായി വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തത്വങ്ങളാണ്. കഥയായിട്ട് തന്നെ എടുക്കാം നമുക്ക്. ഈ ദക്ഷൻ എന്താണ്? നല്ല ശിവഭക്തൻ, ഒന്നാമത്തെ ശിവഭക്തൻ. അപ്പൊ അദ്ദേഹം ശിവലിംഗത്തെ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ശിവനെ തന്റെ മകൾ പരിണയിച്ചു എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് മാറിയില്ലേ? പിന്നെ എങ്ങനെ ആരാധിക്കാൻ പറ്റും? അപ്പൊ തനിക്ക് തന്റെ ആരാധനാമൂർത്തിയെ നഷ്ടപ്പെടുത്തി എന്നുള്ള ദേഷ്യമാണ് ദക്ഷണമെന്നല്ലാതെ പരമേശ്വരനെ കല്യാണം കഴിച്ചതിനോട് പ്രയാസമല്ല. പക്ഷെ അങ്ങനെ പരമേശ്വരനെ വിദ്യായാഗം നടത്തി. ഉടനെ ആ യാഗത്തിലെ കഥകളൊക്കെ നമുക്കറിയാം. ദാക്ഷായണി അന്തർധാനമായ ഉടനെ ശക്തി ഇല്ലെങ്കിൽ ശിവശക്തിയായിട്ടോ അല്ലെ സ്പന്ദിക്കാൻ പോലും പറ്റില്ല. ശിവൻ കഴിഞ്ഞ തപസ്സിലായി. ആ സമയത്താണ് താരകാസുരന്റെ ആവിർഭാവം. അവൻ വളരെ ബുദ്ധിയോടുകൂടി ഒരു വരം വാങ്ങി. പരമേശ്വര പുത്രനല്ലാതെ ആരാലും ഞാൻ വധിക്കപ്പെടാൻ പാടില്ല. എന്നാൽ പരമേശ്വരൻ തപസ്സിലല്ലേ, ദാക്ഷായണി ഇല്ല. പിന്നെ എങ്ങനെ? ഇതായിരുന്നു അവന്റെ മനസ്സ്. അങ്ങനെ ദാക്ഷായണിയുടെ പുനർജന്മമായ പാർവതി പരമേശ്വരനെ പരിണയിച്ചാൽ മാത്രമേ കുമാരസംഭവം നടക്കുള്ളൂ. എങ്കിലേ താരകാസുരന്റെ പദം നടക്കുള്ളൂ എന്ന് കരുതി എല്ലാവരും കാമദേവനോട് പോയി പറയും പരമേശ്വരൻ തപസ്സിലാക്കണം. കാമദേവൻ പറയും വേറെ ആരുടെ അടുത്തുണ്ടെങ്കിലും ഞാൻ പോവാം, പരമേശ്വരൻ്റെ അടുത്ത് പോകാൻ പറയുന്നത് എന്നെ ദഹിപ്പിച്ച് കളയും, ദേവകാര്യാർത്ഥം പോകണം പറയുകയും അങ്ങനെ തന്റെ കയ്യിലുള്ള ആ പുഷ്പബാണം കൊണ്ട് പരമേശ്വരന്റെ തപസ്സിനെ അദ്ദേഹം വിഘ്നപ്പെടുത്തുകയും തപസ് കലഞ്ഞ പരമേശ്വരൻ സത്യാവസ്ഥ മനസ്സിലാക്കി കാമദേവനെ അത് നെറ്റിക്കണ്ടുകൊണ്ട് രതിദേവി പോയി പറയും. രതിദേവി എന്ന് പറഞ്ഞത് കാമദേവന്റെ ഭാര്യ. ദേവകാര്യാർത്ഥം വന്നു, എന്റെ ഗതി ഇങ്ങനെ ആയപ്പോൾ നിനക്ക് മാത്രം
ഭൂമിയിൽ നടക്കും. കാമദേവന്റെ പ്രഭാവം ഭൂമിയിൽ ഇല്ലെങ്കിൽ ഇവിടെ വംശാഭിവൃദ്ധി ഉണ്ടാവില്ല. അതാണ് അവാംഗ തേ ലോകി എന്ന് പറഞ്ഞു. അവാങ്കൻ ശരീരമില്ലാത്തവനാണെങ്കിലും രതിദേവിക്ക് മാത്രം ശരീരമുള്ളതുപോലെ തോന്നും പറഞ്ഞ് കൊണ്ടുവരാൻ കാര്യം. അങ്ങനെ ആ നേത്രക്രിയാൽ ദഹിപ്പിക്കപ്പെട്ട കാമദേവന് സഞ്ജീവനൌഷധിയായി ഇരുന്നവൾ ദേവി. ദേവിയുടെ കടാക്ഷ വീക്ഷണം കൊണ്ടാണ് വീണ്ടും അവന് ജീവൻ കിട്ടിയത്. അപ്പോൾ കാമദേവനാൽ പരമേശ്വരാൻ ഇരിക്കപ്പെട്ട ഹരനേത്രാഗ്നി സംതപ്ത കാമസഞ്ജീവനുണ്ട്. ആ കാമന് സഞ്ജീവനൌഷധി എന്ന് പറഞ്ഞത് മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന ഔഷധം. അങ്ങനെ കാമദേവനെ സംബന്ധിച്ച് സഞ്ജീവനൌഷധി ആരാ? ദേവി നടത്തും എന്ന് പറഞ്ഞാൽ ദേവിയുടെ കൃപയുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട വിഷയം. ശ്രീമദ് ഭാഗവതയുടെ സ്വരൂപമുഖ പങ്കജായ നമഃ. 15 അക്ഷരമുള്ള മന്ത്രം, ശ്രീവിദ്യാ മന്ത്രം, അതിനെ 3 ഭാഗമായി മാറ്റിയാണ് നമ്മൾ ദേവി രൂപത്തിൽ ആരാധിക്കുന്നത്. അതൊരു ഡീപ്പായ സബ്ജക്റ്റ്, ദേവി ആരാധനയിൽ വരുന്ന ഒരു കാര്യമാണ്. അത് രഹസ്യമായ മന്ത്രമായതുകൊണ്ട് പഞ്ചദശാക്ഷരി മന്ത്രം ആരും പറയുന്നില്ല. പക്ഷെ ഇന്നത് രഹസ്യമൊന്നുമല്ല, പരസ്യം തന്നെയാണ്. ഞങ്ങൾ ഗൂഗിളിൽ പോയി ശ്രീചക്ര അടിച്ചു കഴിഞ്ഞാൽ സഹാകള പോകുന്നത് പാടാൻ തുടങ്ങും. ഇപ്പം എല്ലാം പരസ്യമാണ്, ഒന്നും രഹസ്യമില്ല. പഞ്ചദശാക്ഷരി മന്ത്രം അതിരഹസ്യമായ മന്ത്രമാണ്. അതിന് 3 ഭാഗം: വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം നടത്താം. അപ്പോൾ ആ പഞ്ചദശാക്ഷരി മന്ത്രത്തെ രൂപമായി സങ്കല്പിക്കുക, ദേവി രൂപമായി സങ്കല്പിച്ച മുഖത്തിനെയാണ് വാഗ്ഭവകൂടം എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതൈക സ്വരൂപമുഖ പങ്കജായ. കണ്ടാതെ കടിപര്യന്ത, കഴുത്ത് മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗത്തിന് മധ്യകൂടം. ശക്തികൂടകലാപന കട്ടിതോ ഭാഗധാരണീയമാണ്. ആ ഇടുപ്പിന് താഴെ ഉള്ളത് ശക്തികൂടം. ഈ 3 രൂപത്തിലാണ് ദേവി ആരാധിക്കുന്നത്. ശ്രീചക്ര ആരാധന. മൂലമന്ത്രാത്മികായ നമഃ. മൂലമന്ത്രം, എല്ലാ ദേവതാ സ്വരൂപത്തിനും മൂലമന്ത്രമുണ്ട്. ആ മൂലമന്ത്രം ചൊല്ലിയാണ് പ്രതിഷ്ഠ നടത്തുന്നതും ആരാധിക്കുന്നത്. എല്ലാ ദേവതാ സ്വരൂപത്തിന്റെയും മൂലമന്ത്രമായിരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. എല്ലാത്തിനും പുറപ്പെടുന്നത്. ഏത് മന്ത്രം ജപിച്ചാലും അതെല്ലാം. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടദേവതാ ഉപാസന നമ്മുടെ ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് അതല്ലേ. കാരണം എല്ലാവരും ചോദിക്കും, മറ്റു മതങ്ങൾക്കെല്ലാം ഒരു ദൈവമേ ഉള്ളൂ, നമുക്ക് മാത്രം എന്തിനാ ഇത്രയും ദൈവം? നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. നമ്മൾക്ക് ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ പല രൂപത്തിൽ നമ്മൾ സങ്കല്പിച്ച് ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകാശ പഠിതന്തൂരി പിതാകൃഷ്ണ സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി. ഉടനെ കേശവൻ എന്നാൽ നാരായണൻ നടത്താം. കേശവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അതിനൊരു പേര് കൊടുക്കുന്നു. അത്രയും. അപ്പൊ എങ്ങനെ ആകാശത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളം സമുദ്രത്തിൽ ചേരുന്നു, അതുപോലെ ഏത് ദൈവത്തെ നമസ്കരിച്ചാലും ഇതെല്ലാം ചെന്നെത്തുന്നത് ആ ബ്രഹ്മത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഏത് ദേവത ഉപാസനയും നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതാണ് ഇഷ്ടദേവതാ ഉപാസന എന്നത് ഹിന്ദു മതത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ എല്ലാത്തിനും മൂലമന്ത്രമായിരിക്കുന്നവൾ ദേവി. മൂലകൂടത്തിലെ കളേബരായ നമഃ. മൂലമന്ത്രത്തിലെ 3 കൂടങ്ങൾ നേരത്തെ പറഞ്ഞു: വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. ഈ കൂടമായി നിൽക്കുന്നവൾ ദേവി. എല്ലാം ശ്രീവിദ്യ ആരാധനയിൽ അവർ ഓരോരോ ചക്രത്തെ ധ്യാനിക്കുന്ന സ്വരൂപങ്ങളാണ്. കുലാമൃതേക രസികായ നമഃ. ശിരസിലുള്ള സഹസ്രാര പത്മത്തിലുള്ള അമൃതരസം അനുഭവിക്കുന്ന ദേവിക്ക് നമസ്കാരം. പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം, ഇതിനുള്ള സൂക്ഷ്മ ശരീരം, അതിൽ 72,000 നാഡികൾ, അതിൽ മുഖ്യമായവ 3: സുഷുമ്ന, ഇട, പിംഗള. ഇന്നലെ ഞാനത് പറഞ്ഞതാണ്, എങ്കിലും ഈ സന്ദർഭത്തിൽ അതുകൂടി പറയണം. അത് ശരിക്കും എവിടെയെന്ന് പറഞ്ഞാൽ കഴുത്ത് മുതൽ ആ അരക്കെട്ട് വരെ നട്ടലിന്റെ ആ ഭാഗത്തിരിക്കുന്നതായി സങ്കല്പിക്കാം. ഈ നട്ടലിനും സുഷുമ്നാ നാഡിക്കും ഒരു ബന്ധവുമില്ല. ആ സുഷുമ്നാ നാഡിയിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഇടാനാടി, പിംഗളാ നാടി രണ്ടും. അത് യോഗാഭ്യാസം ചെയ്യുന്നവർക്ക്, പ്രയോഗം ചെയ്യുന്നവർക്കെല്ലാം ക്ലാസ്സിൽ മനസ്സിലായിട്ടുള്ളത്.
ശിഖായൈ നമഃ. ആ സുഷുമ്നാ നാഡിയിൽ 7 ആധാരം: മൂലം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ. ആ മൂലാധാരത്തിൽ 3.5 ചുറ്റിൽ തല ഉള്ളിൽ വെച്ച് സർപ്പാകാര രൂപത്തിൽ ഇരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് കുണ്ടലിനി. എല്ലാവരുടെ ശരീരത്തിലും ഉള്ളത് തന്നെയാണ്. അത് യോഗാഭ്യാസം, പ്രാണാഭ്യാസം ഒക്കെ ചെയ്ത് യോഗം ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ആ പുറകിൽ കൈ ഇങ്ങനെ വെച്ച് നോക്കിയാൽ ചൂട് അനുഭവപ്പെടും. അതാണ് കുണ്ടലിനി ശക്തി. നമുക്കതറിയില്ല, എല്ലാവരുടെ ശരീരത്തിൽ ഉറങ്ങി തന്നെ കിടക്കുകയാണ്. ആ യോഗാഭ്യാസത്തിലൂടെ, ധ്യാനത്തിലൂടെ, ത്രൂ മെഡിറ്റേഷൻ വി ക്യാൻ ഫീൽ. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കുണ്ടലിനി ശക്തി മൂലം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ കടന്ന് സഹസ്രാരത്തിൽ ചെന്നെത്തുമ്പോൾ ജീവപരം ഐക്യം. അതാണ് മോക്ഷം. അതാണ് പണ്ട് കാലത്ത് കപാല മോക്ഷം നമ്മളെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ ഇവിടെ കുലാമൃതരസികായി എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മത്തിൽ ഇരുന്നുകൊണ്ട് അമൃതരസം പൊഴിഞ്ഞ് കുണ്ടലിനിയെ ആക്ടിവേറ്റ് ചെയ്ത് ഓരോ ആധാരമായി ഉയർത്തി കൊണ്ടുവന്ന് സഹസ്രാരത്തിൽ തന്നെ ലയിപ്പിക്കുന്നവൾ ദേവി. ഇതാ ആത്മികമായ അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം യോഗാഭ്യാസം ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. കുണ്ടലിനി പ്രയോഗമെല്ലാം വളരെ സൂക്ഷിച്ച് നല്ല പരിചയമുള്ള ഗുരുവിന്റെ അടുത്ത് ചെയ്യണം. അത് ശരിക്കും അത് വന്നു കഴിഞ്ഞാൽ പ്രാണായാമാഭ്യാസത്തോടെ അതിനെ ഓരോ സ്റ്റേജായിട്ട് കൊണ്ടുപോയി നിർത്താനുള്ള ശക്തി നമുക്ക് വേണം. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകൾ വരും, പലവിധമായ ചിത്ത സ്വഭാവങ്ങൾ വരാം, ചിത്തപ്രേമം വരാം. ഈ ശരീരശാസ്ത്രം ചെയ്യുമ്പോൾ അതുപോലെ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് ആയി. ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. യോഗാഭ്യാസം ചെയ്യുന്നവർക്ക് അത് കുലസംഖ്യയുടെ പാലിന്ത്യന ദേവി ഉപാസനകൾ ഉപദേശിക്കുന്ന ശാസ്ത്രങ്ങളെ സംരക്ഷിക്കുന്നവൾ. കുലം എന്ന് പറഞ്ഞാൽ ധർമ്മം, ശാസ്ത്രം എന്നർത്ഥം. നല്ല കുലം എന്നർത്ഥം. ഇവിടെ ശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. കുലാങ്കനായി സത്കുലത്തിൽ ജനിച്ചവൾ ദേവി. സത്കുലം എന്ന് പറഞ്ഞാൽ സുഷുമ്നാ നാഡിയിൽ ഓരോ ആധാരത്തിലും ഓരോ രീതിയിൽ ദേവിയുടെ സ്വരൂപമുണ്ട്. ഒരു 15 years ബാക്ക് എനിക്ക് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സെന്ററിൽ ഈ ലളിതാ സഹസ്രനാമത്തിനെ പറ്റി കുറെ സംശയമുണ്ട്. 6 ഫോറിനേഴ്സ് വന്നിരുന്നു. അവര് ഞാൻ പോയിട്ടുണ്ട്. ആദ്യം ഈ രൂപ വന്നെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ടിട്ട് അവർ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെല്ലാം യോഗ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞ 7 ആധാരത്തിൽ ദേവിയുടെ സ്വരൂപത്തെ വർണ്ണിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. ഞാൻ ഫസ്റ്റ് ടൈം വാസ് ടേക്കൺ അബാക്ക്. ഇങ്ങനൊരു ചോദ്യം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ ഗ്രന്ഥത്തിലുണ്ടത്. ഓരോ ആധാരത്തിലും എത്ര എന്ത് മുഖമാണ്, എത്ര ഇതിലുള്ള ദേവി. ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ ചെങ്കല്ലൂർ എന്ന് പറഞ്ഞു. ആ ക്ഷേത്രം ചെങ്കല്ലൂരല്ല, ചെങ്കൽ. ആ ചെങ്കൽ ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഓരോ ആധാരത്തിലൊക്കെ വർണ്ണിക്കുമ്പോൾ ലളിതാസഹസ്രനാമത്തിൽ വരുന്നുണ്ട്. അവിടെ അതേപോലെ നിനക്ക് വിഷ്വലിൽ കാണാം. എത്ര ഇതിലുള്ള താമര, എന്ത് മുഖം, എന്ത് ദേവിക്ക് എന്ത് നിറം, കയ്യിൽ എന്ത് ആയുധം, എന്ത് ദേവിത്യമാണ് അവിടെ കൊടുക്കേണ്ടത്, ഇതെല്ലാം അവിടെ കാണിക്കുന്നു. അത് ദേവി ഉപാസനയിൽ വരുന്ന കാര്യമാണ്. നമുക്കിങ്ങനെ ഉണ്ടെന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കുലാംഗസ്ഥായി നല്ല കുലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. നല്ല കുലം എന്ന് പറഞ്ഞാൽ, നല്ല കുലം എന്ന് ഉദ്ദേശിക്കുന്നത് സന്തോഷകരമായ ജീവിതം. ഈശ്വര ഭക്തിയോടെ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും സന്തുഷ്ടിയായ ജീവിതത്തിൽ തന്നെ ഇരിക്കണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്നും അമ്പലത്തിൽ പോകുമ്പോൾ കഷ്ടങ്ങൾ ദുഃഖങ്ങൾ വരുന്നല്ലോ. അതൊക്കെ വരും. പുണ്യഫലപ്രദമായ മഹാന്ത പദം വരുമ്പോൾ എന്തുകൊണ്ട് കഷ്ടം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. കൗലിന്യേ നമഃ. ശിവശക്തി സ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. തന്ത്രമനുസരിച്ച് കുലം ശക്തിയും അകുലൻ ശിവനുമാണ്. എന്തിനാണ് ഇങ്ങനെ വീണ്ടും പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ശിവശക്തിയെന്ന് പറയുന്ന പോലെ ശിവനും ശക്തിയും ചേർന്നതാണ് പൂർണ്ണം. ഒന്നേ ഉള്ളൂ. ശിവൻ ശക്തി നമ്മൾ രണ്ടായിട്ട് കാണുന്നതേ ഉള്ളൂ. ശക്തി ഒന്നേ ഉള്ളൂ. കുലയോഗിന്യേ നമഃ. കുലയോഗിനിയായ ദേവിക്ക് നമസ്കാരം. ഇവിടെ ശ്രീചക്രം വരച്ച് അതിന്റെ മധ്യത്തിൽ വസിക്കുന്ന ദേവതാ സ്വരൂപത്തെയാണ് കുലയോഗിനി. അകുലായി നമഃ. അങ്ങനെ പറയുമ്പോൾ ഒരു പരിധിക്കുള്ളിലായത്, അതുകൊണ്ടാണ് അകുലായി നമഃ എന്ന് പറയുന്നത്. സമയാന്തസ്ഥായി നമഃ.
സമയമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. ഇതുവരെ കൗളമാർഗത്തെ പറ്റിയെല്ലാം പറഞ്ഞു. അടുത്ത സമയമാർഗത്തെ പറ്റിയാണ് പറയുന്നത്. ഇതെല്ലാം ദേവിയുടെ ആരാധനാ രൂപത്തിലുള്ള ഓരോ മാർഗങ്ങളാണ്. ആ സമയാചാരത്തിൽ സമയാചാര തത്പര ഇത് പറയുമ്പോൾ സമയാചാര തത്പര എന്ന് പറയുന്നത് സമയാചാര തത്പര ചേർത്ത് പറഞ്ഞു. സമയാചാര തത്പര എന്ന് പറഞ്ഞാൽ ചാമ്പൽ താല്പര്യമുള്ളവരുന്നായി. ദേവി ചാമ്പൽ താല്പര്യമുള്ളവർ, സമയാചാരത്തിൽ താല്പര്യമുള്ളവർ. സമയാചാരം എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ലിറ്ററലായിട്ട് എടുത്താലും സമയാചാരം എന്ന് പറയുന്നത് ദേവിയുടെ ആരാധന താന്ത്രിക രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്ന രീതിയാണ്. ആ രീതിയിൽ താല്പര്യമുള്ളവരാണ്. മൂലാധാരൈക നിലയായി നമഃ. മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അത് ഞാൻ പറഞ്ഞ അക്കലിന്റെ അടിഭാഗം സുഷുമ്നാനാഡിയിൽ മൂലാധാരം. അത് കഴിഞ്ഞ് അത് പൊക്കിളിന്റെ താഴെയാണ് മൂന്നാധാരം. മൂലം സ്വാദിട്ടാണ് മണിപൂരം. അനാഗതം എന്ന് പറയുന്നത് വിശുദ്ധി. അനാഗതം ഹൃദയം, വിശുദ്ധി കണ്ഠം, ആജ്ഞ രണ്ട് ഗൃഹമധ്യമുള്ളത് സഹസ്രാരം. ഈ ആജ്ഞാചക്രം നടുവിൽ ഇതാണ് കാശി, ഇതാണ് വാരണാസി. ശരിക്കും അവിടെയാണ് മഹാഭാരത യുദ്ധം നടക്കുന്ന സ്ഥലം. നടന്നതല്ല, നടക്കുന്ന സ്ഥലം. കാരണം അതുകൊണ്ടാണ് അതിന് ഇതിഹാസം എന്ന് പേര് വന്നത്. എന്നോ എവിടെയോ നടന്ന സംഭവമല്ല. ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള അഞ്ച് സദ്ഗുണങ്ങൾക്കും ഒരുപാട് ദുർഗുണങ്ങൾക്കും തമ്മിലുള്ള പോരാട്ടമാണ് മഹാഭാരത യുദ്ധം. അല്ലാതെ ഒരു അനിയന്റെ മക്കൾ രാജ്യത്തിന് വേണ്ടി അടിയുണ്ടാക്കിയതല്ല. കഥയായിട്ട് പറഞ്ഞാലും അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ആ മൂലാധാരത്തിൽ ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിച്ച് കൊണ്ടുവരുന്ന ശക്തി മുകളിലുണ്ട്. മണിപൂരാന്തർജിത വിഷ്ണുഗ്രന്ഥി വിവേദിന്യയുമ. മണിപൂരക ചക്രത്തിൽ വിഷ്ണുഗ്രന്ഥിയെ ഭേദിച്ച് വീണ്ടും മുകളിലോട്ട് സഞ്ചരിക്കും. ആജ്ഞാചക്രാന്തരാവസ്ഥ രുദ്രഗ്രന്ഥി വിവേദിന്യയുമ. അതാണ് ശ്മശാനം. അതാണ് പറഞ്ഞത് ആജ്ഞാചക്രം ഗുരുവമധ്യ. അവിടെ രുദ്രഗ്രന്ഥിയെ വിഭേദിച്ച് 3 ഗ്രന്ഥികളെ വിഭേദിച്ചാണ് ഈ കുണ്ടൻ ശക്തി സഹസ്രാരത്തിൽ എത്തുന്നത്. നമ്മള് സമുദ്രങ്ങൾ സഹസ്രാലയ പത്നി സഹരഹസ്യ അവിടെയാണ് ശിവശക്തി രൂപത്തിൽ ശിവനോടുകൂടി രഹസ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആജ്ഞാചക്രം കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ പിന്നെ വാസനകളെല്ലാം അഴിഞ്ഞു, വാസനകളെല്ലാം തീർന്നു. പിന്നെ ജീവബ്രഹ്മൈക്യം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് തത്വപരമായ അർത്ഥം യോഗ രീതിയിലുള്ള കാര്യങ്ങൾ. സഹസ്രാരാം ഭുജാരൂഢായി നമഃ. സഹസ്രാര പത്മത്തിൽ 1000 എഴുതുള്ള താമര വസിക്കുന്ന ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സുധാസാരാഭി വർഷിണ്യേ നമഃ. അവിടെ ഇരുന്നു കൊണ്ട് അമൃതരസത്തെ പൊഴിക്കുന്നവൾ ദേവി. അമൃതം എന്ന് പറഞ്ഞാൽ ശാശ്വതമായുള്ളതെന്ന്, അഴിവില്ലാത്തതെന്ന്. ജീവബ്രഹ്മം ഐക്യമായ പിന്നെ നമുക്ക് അതാണ് ശരിക്കുള്ള മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം മോക്ഷം. ആരുടെ മനസ്സിൽ നിന്ന് മോഹമില്ലാതാകുന്നവോ അവന് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. എന്നിനെ പറഞ്ഞു, ആരും പേടിക്കണ്ട, എല്ലാവർക്കും മോക്ഷം കിട്ടും. അവിടെ നിന്ന് വന്ന് തിരിച്ച് അവിടെ പോകണം. നമ്മളെ അയച്ച ആള് തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുപോയി ബ്രഹ്മത്തിലോട്ട് ജയിപ്പിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ ശരി, എന്നാ പിന്നെ എന്തെങ്കിലും കഷ്ടപ്പെടണം, വേണ്ട, നമ്മുടെ ഇഷ്ടംപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ആ മോക്ഷത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ ഡ്യൂറേഷൻ റെഡ്യൂസ്. 84 ലക്ഷം പിറവി എടുക്കണം പറഞ്ഞിട്ടുണ്ട്. അതിൽ 9 ലക്ഷം മനുഷ്യ പിറവി, അതിലൊന്നാണ് ഇപ്പൊ എടുത്തതെന്ന് നമ്മൾ അറിയാൻ പറ്റും. അതിനും വളരെ ശ്രേഷ്ഠമായ പിറവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും നോക്കാനുമുള്ള പ്രവണതയും സന്ദർഭം കിട്ടിയത് തന്നെ ഏകദേശം മോക്ഷത്തിലോട്ട് എത്തി സാധിക്കും. അപ്പൊ ഇനിയും ഇതിനെ നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ആ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. അതിനെന്താണ് വഴി? ഗുരുനാഥൻ ഗുണദേക സന്തതം, തിരുനാമം നാവിന്മേൽ എപ്പോഴും പിരിയാതിരിക്കണം, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞെല്ലാം അത് മുഴുവൻ ക്ലാസ്സായിട്ട് എടുക്കുന്നത് ഞാൻ കുറ്ററിതുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ മലയാളം, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സത്ത് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റാണ്. അപ്പൊ ആ ഭഗവൻ നാമം ചൊല്ലിയില്ലെങ്കിൽ ഈ നരജന്മം വിഫലം, പ്രയോജനമില്ല. നരജന്മം സഫലമാക്കണമെങ്കിൽ അത് പറയണം. എന്ന് പറഞ്ഞാൽ ആ വിചാരത്തോടെ ഇരിക്കുമ്പോൾ ആ ഡ്യൂറേഷൻ വിൽ ബി റെഡ്യൂസ്, മോക്ഷം കിട്ടും. അതാണ് മോക്ഷം. മോഹമില്ലാതാവണം എങ്കിലേ പറ്റൂ. അപ്പോൾ വിചാരം ചോദിക്കും, എനിക്ക് മോക്ഷം കിട്ടുമോന്ന്. അത് ആർക്കും പറയാൻ സാധിക്കും. നമ്മൾ തന്നെ തീരുമാനിക്കണം.
നിങ്ങളുടെ മനസ്സിൽ എന്ത് മോഹം ഉണ്ട് ഇല്ലെന്നുള്ളത് ഇങ്ങനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അല്ലെ? എത്ര എക്സ്റേ ECG മറ്റേ MR കണ്ണുകൾ എടുത്താലും മനസ്സിലുള്ള മോഹമൊന്നും കണ്ടുപിടിക്കാൻ അപേക്ഷിച്ച് ഇതുവരെ വന്നിട്ടില്ല. വന്നെങ്കിൽ എത്ര സൗകര്യം അല്ലേ? സെല്ലിൽ നോക്കിയാൽ അവരുടെ മനസ്സിൽ എന്തുണ്ടെന്ന് നമുക്ക് കാണാമല്ലോ. അത്രത്തോളം സയൻസ് വളർന്നിട്ടില്ല. അത് ആ കമ്പ്യൂട്ടറിലേ ഉള്ളൂ, അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. മോഹം ക്ഷയം മോക്ഷം, അതാണ് ഈ ബൈന്ദവ കലയിൽ സഹസ്രാരംഭത്തിലിരിക്കുന്നത്. അവിടെ അമൃതവർഷം കുടി എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് വേറെ ജീവൻ ജന്മമില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് ജീവബ്രഹ്മം ഐക്യമായി ആ പരമാനന്ദത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സുധാസാരഭി ഭക്ഷിക്കുന്നു തടില്ലതാ സപരിക്ഷീണമ, മിന്നൽ പിണർ പോലെ ഉള്ള കാണുന്ന ദേവി. മിന്നൽ പിണർ എന്ന് പറഞ്ഞാൽ അത്യധികം മിന്നൽ കണ്ടാൽ അറിയാം, ഭയങ്കര പവർഫുൾ ആയിരിക്കും അതിന്റെ നിറം, അതിന്റെ പവർ. ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന ഒരു പദം. ഷഡ്ചക്രോപരി സംസ്ഥിത, 6 ചക്രത്തിന്റെ മുകളിൽ വസിക്കുന്നവൾ. 6 ചക്രം ഏതാണ്? നേരത്തെ പറഞ്ഞ പോലെ മൂലം, സ്വാദിഷ്ഠാൻ, മണിപൂരം, അനാഗതം, വിശുദ്ധി, ആജ്ഞ. 6 ചക്രം. അതിന്റെ ഉപരി 7ാമത്തെ ചക്രമായ സഹസ്രാരത്തിൽ വസിക്കുന്നവൾ. ഈ സഹസ്രാര പത്മത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദീപാരാധനയായത്. ശരിക്കും യോഗാഭ്യാസത്തിൽ വന്ന് ഒരാൾ സന്യാസ ജീവിതം നയിച്ച് യോഗാഭ്യാസം തുടരുകയാണെങ്കിൽ ശരിക്കും നമുക്കെല്ലാം 4 ആശ്രമമുണ്ട്. നമ്മുടെ സമ്പ്രദായം അനുസരിച്ച്, ബ്രാഹ്മണ സമ്പ്രദായം അനുസരിച്ച് നോക്കിയാലും അല്ലെങ്കിൽ ഉപനയനമായി വിവാഹം കഴിയുന്നത് വരെ ബ്രഹ്മചര്യം. പണ്ടൊക്കെ വർഷങ്ങൾ പറയും, ഇവ വർഷം പറയാൻ സാധിക്കില്ല. എത്ര വയസ്സിൽ കഴിയണം എന്ന് തെളിയിച്ചോണ്ട് പോലും അറിയാത്ത ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞാൽ 60 വരെ ഗൃഹസ്ഥാശ്രമം. 58 കഴിഞ്ഞുള്ളിൽ 2 വർഷമേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. 60 കഴിഞ്ഞാൽ 80 വരെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അതുവരെ ലൗകികത്തിലെല്ലാം ഇരുന്നിട്ട് മറ്റുള്ളവർക്ക് ജീവിച്ചിട്ട് അതിനുശേഷം കുറച്ചായിട്ട് അതിൽ നിന്ന് ഡിറ്റാച്ച് ആവണം. ഇത് ലൗകികം, ഇത് ആത്മീകം. എത്രത്തോളം ഇവിടെ അറ്റാച്ച്ഡ് ആണോ അത്രത്തോളം ഇവിടെ നിന്ന് ഡിറ്റാച്ച് ആയി. ഇതിന്റെ സ്പേസ് കുറയുന്നതോറും നമ്മള് അങ്ങോട്ട് പോകണം. അത് 20 വർഷം ഉപയോഗിക്കും. ആളൊക്കെ എല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. 80 കഴിഞ്ഞാൽ മുഴുവൻ സന്യാസം. ആ സന്യാസ ജീവിതത്തിലാണ് യോഗാഭ്യാസം എല്ലാം ചെയ്യേണ്ടത്. ഏതങ്ങനെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇന്ന് എനിക്ക് ഇത്ര സമയത്ത് സമാധിയാവുന്നു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ചട്ടമ്പിസ്വാമി അങ്ങനെയാണ് അവിടെ പാർട്ടി വെച്ചിട്ടുണ്ട്. അവരവിടെ പോയിരിക്കും, പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ കുണ്ടൽ ശക്തി എടുക്കും. നേരെ സഹസ്രാരത്തിൽ വന്ന് തലയിങ്ങനെ പിളർത്തും. കപാലം ഒരു മിന്നൽ പിണർ പോലെ, ഒരു ലൈറ്റ് പോലെ അത് ഈ അറ്റ്മോസ്ഫിയറിൽ ചെയ്യും. അതാണ് കപാല മോക്ഷം ഒരു കാലത്ത് കിട്ടിക്കൊണ്ട്. പിന്നെ അത് കിട്ടാതായപ്പോ സന്യാസി മരിച്ചു കഴിഞ്ഞാൽ കഴുത്തളവ് കുഴിയെടുത്ത് തേങ്ങ എടുത്ത് തല പിളർന്ന് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതും നിർത്തി, തേങ്ങ വില കൂടിയത് കൊണ്ടായിരിക്കാം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, സന്യാസിക്ക് പോലെ തന്നെ ജീവനോട് കൂടി കൂടെയാണ്. ഇതാണ് കപാല മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കപാലം കുടിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. ജീവബ്രഹ്മ ഐക്യം നമുക്ക് കിട്ടും, ഉറപ്പാണ്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടുകൂടി ഈശ്വരനെ പഠിക്കണം. അതേസമയം ഉള്ളിലുള്ള മോഹങ്ങൾ കുറച്ച് കൊണ്ടുപോകണം. എത്ര കുറയ്ക്കുന്നുവോ അത്രയും. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രയോജനം? എനിക്ക് 84 ലക്ഷം പിറവിയാവുന്ന ഒരു ചെടിയായിട്ട് പിറക്കാനുള്ള ബാക്കി ഉണ്ടെങ്കിൽ ഒരു തുളസിയായിട്ട് ജനിക്കും. അത് എന്താണ് ഉണ്ടാവില്ല, അല്ലെ? ഒരുപാട് പാപം ചെയ്താൽ ആത്മരം വിട്ട് തിരിക്കും. പിന്നെ എത്ര വർഷം എന്നുള്ളത് ഇതാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് കിട്ടും. ഷഡ്ചക്രോപരി സംസ്ഥിത, 6 ചക്രത്തിനുള്ളിൽ 7ാമത്തെ ചക്രത്തിൽ വസിക്കുന്നവൾ ദേവി. മഹാശക്തി കുണ്ടലിനി വിസദന്തു തനീയസി. മഹാശക്തിയെ നമഃ, കുണ്ടലിനി നമഃ, വിസദന്തു തനീയസി നമഃ. ഇതാണ് നേരത്തെ പറഞ്ഞത്. എല്ലാ ശരീരത്തിലും ആ മൂലാധാരത്തിന് താഴെ 3 ചുറ്റിൽ തല ഉള്ളിൽ വെച്ച് സർപ്പാകാരം 3 ചുറ്റ് ഒരു അരക്കാരം സർപ്പാകാര രൂപത്തിൽ നന്നെടുത്ത താമര നൂല് പോലെ എന്നാണ് അതിന് പറയുന്നത്. ഒരു ശക്തി ഉണ്ട്, അതാണ് കുണ്ടലിനി. എല്ലാവരുടെ ശരീരത്തിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നത് ഈ മ്യൂസിഷ്യൻ, സംഗീതജ്ഞന്മാർക്കാണ് പെട്ടെന്ന് അത് ആക്ടിവേറ്റ് ആവുന്നത്. പക്ഷെ അവരത് മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തണം ഈശ്വര വിചാരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതറിയില്ല അവർക്ക്. എളുപ്പം കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ രാഗത്തിലല്ലേ ഇരിക്കുന്നത്. ആളുണ്ടോ ഇല്ലയോ പോലെ അവർ നോക്കൂലല്ലോ. ചില കച്ചേരികളൊക്കെ നടക്കുമ്പോൾ ഇവർ മാത്രം, ആ 4 പേര് മാത്രം സ്റ്റേജിൽ കാണും. അവർക്ക് അതൊന്നും പ്രശ്നമില്ല. അവർ സംഗീതത്തെ ദേവിയായിട്ട് ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ആ രീതിയിൽ പോകുമ്പോൾ ശരിക്കുള്ള മെഡിറ്റേഷന്റെ പൂർണ്ണ ആയ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതാണ് സംഗീതത്തിന്റെ ഫുള്ളായിട്ട് ഇൻവോൾവ് ആളുകൾ. അവർക്കെല്ലാം ഈസി ആയിട്ട് ഇതാണ്. അങ്ങനെയുള്ള ചോദിച്ചു നോക്കിയാൽ മതി, കുറെ തൊട്ട് നോക്കിയാൽ ആ നട്ടന്റെ അവിടെ ഒരു ഹീറ്റ് അനുഭവം. കുണ്ടലശക്തി പ്രയോഗം ചെയ്ത ഒരാൾ പറഞ്ഞു തന്നതാണ്, എനിക്ക് എന്റെ ഗുരുനാഥൻ തന്നെ പറഞ്ഞു തന്നതാണ്. ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാൻ പറ്റും, കൈവച്ച് നോക്കിയാൽ അറിയാം. ഞാനതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പോയില്ല, കാരണം അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആത്മീയമായ രീതിയിൽ ജീവിച്ചാലേ അതൊക്കെ സാധിക്കും. അങ്ങനെ വിസതന്തു തനിയെ സ്ഥിരമ ഭവാന്യേ നമഃ. ഭവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ഭവാനി എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ ശക്തി. ഭാവനാഗമ്യായി നമഃ, ധ്യാനത്താൽ പ്രാപിക്കേണ്ടവൾ പറഞ്ഞാൽ ഈശ്വര സ്വരൂപത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ മെഡിറ്റേഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ മനസ്സിലെ ആ രൂപത്തെ നേരത്തെ നമ്മൾ അതിനാണ് രൂപമാണ് കൊണ്ടുവന്നത്. എങ്ങനെ നെറ്റിയിരിക്കണം, എങ്ങനെ എല്ലാം നമ്മൾ വർണ്ണിച്ചു കൊണ്ടുവന്നല്ലോ. ഈ രൂപത്തിൽ ദേവിയെ സങ്കല്പിച്ച് അവിടെ കൊണ്ടുവന്നാൽ അത് ഈ വളരെ സന്തോഷമുള്ളത്. എൻ്റെ സഹോദരി ഇന്നലെ വന്നിരുന്നു. ഞാൻ വീട്ടിൽ വെച്ച് ഓൺലൈൻ ക്ലാസ് നടന്നു, ഒറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അവർക്ക് ഇതൊന്നും ഒരു താല്പര്യമില്ല. ഞാനത് വെറുതെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. പോകുമ്പോൾ പറയാണ്, ഞാൻ എന്തോ വിചാരിച്ചു, നീ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ആ ദേവിയുടെ സ്വരൂപം തന്നെ മനസ്സിൽ എനിക്ക് തോന്നി. എനിക്കത് ഭയങ്കര ഒരു സന്തോഷം. ഫസ്റ്റ് ടൈം ഇവർക്ക് നടന്നു. അതിനുവേണ്ടിയാണ് ഇത് ഈ അർത്ഥത്തോടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ജപിക്കുമ്പോൾ അഷ്ടമിക്കുന്ന പിപ്രാളിതരികത്ര ശോഭിതായ നമഃ എന്ന് പറഞ്ഞാൽ അന്നിരിക്കും. ഈ ഇങ്ങനെ ധ്യാനിച്ച് വരുമ്പോൾ അത് മനസ്സിൽ തീർച്ചയായിട്ടും ആരോപം നമുക്ക് കിട്ടുന്നതാണ്. അതാണ് ഭാവനാഗമ്യായ ഭാവനയിലൂടെ. നേരിട്ട് കാണാൻ സാധിക്കില്ല. ഭാവനയിലൂടെ നേരിട്ട് കണ്ട സന്തോഷം തന്നെ. സംസാരത്തിന്റെ കൈലാസ് വെരി ഗുഡ് ദേവി പറഞ്ഞ എനിക്ക് സന്തോഷം തന്നെയാണ്, ആഗ്രഹമുണ്ട്. ഭാവനയിലെ നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭവാരണ്യ ഉദാരികായി നമഃ. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം. സംസാരം എന്ന് പറഞ്ഞാൽ തമിഴിലെ സംസാരമല്ല. തമിഴിലെ സംസാരം ഭാര്യ എന്നർത്ഥം. തമിഴിന്റെ ആളായിരിക്കുന്നത് ഏറ്റവും രണ്ടും തമിഴിനാണ്. എല്ലാം തമിഴ് ആൾക്കാർ. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ജനിച്ച് ജീവിച്ച് മരിച്ച് വീണ്ടും ജനിക്കും. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി, ജനനയും ചെയ്യണം. ഇതാണ് സംസാരം. ഈ സംസാരത്തെ ഒരു കാടായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ ആ കാടിനെ വെട്ടിത്തിളയ്ക്കുന്ന കോടാലിയായി വർത്തിക്കുന്നവൾ ദേവി. അതാണ് ഭവാരണ്യ കുടാലികായി നമഃ. കോടാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? എന്താ? ഈശ്വര ഭജനത്തിലൂടെ ദേവിയെ ഭജിക്കുന്നതിലൂടെ ഈ ലൗകിക ജീവിതത്തിൽ നിന്നുള്ള ഇച്ഛ കുറഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ടും ആ സംസാരത്തിൽ നമുക്ക് മോചനം ലഭിക്കുന്നതാണ്. ഗ്രാജുവലായിട്ട് വരുള്ളൂ, പേടിക്കുന്നുണ്ട്. എഴുതുന്ന ചെയ്തതുകൊണ്ട് പെട്ടെന്ന് നാളെ നമ്മൾ സന്യാസിയാണെന്നൊന്നും ആരും പേടിക്കില്ല. അങ്ങനെയൊന്നും ആവില്ല. നമുക്കതിലൂടെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു സമന്വിത എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. അതിനെ തീർക്കാതെ നമുക്ക് ഹൗ വി ക്യാൻ ഗോ അങ്ങനെയൊന്നും വരില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു കാര്യം നിശ്ചയമാണ്, ഈ ജന്മത്തിൽ മോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സംശയമായിട്ടിരുന്നോട്ടെ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കുന്നതിനേക്കാളും നല്ല ജന്മമായിരിക്കുന്നത് 100% ഉറപ്പാണ്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ഒരുപാട് പുണ്യം ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നോക്കാനും കേൾക്കാനും പറയാനും ഒക്കെ ഉള്ള സന്ദർഭം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിന് താഴോട്ട് നമ്മൾ ഒരിക്കലും പോകില്ല. ഇതിനേക്കാളും നന്നതായിട്ട് കിട്ടും. ഇപ്പോഴും പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങളൊക്കെ കാണും. അല്ലെങ്കിലും ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടോ, കൊടുക്കാൻ വസ്ത്രമില്ലാത്തവരുണ്ടോ? സാധാരണ ഒരു 95% പോവർട്ടി കാണും. മിക്കവാറും എല്ലാം നോക്കിയാലും തന്നെ. അതും ഇപ്പോഴത്തെ കാലത്ത് ഏത് ജോലി ചെയ്താലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ 40,000 രൂപയുടെ LED TV ആണ് അവർ വെച്ചിരിക്കുന്നത്. കയ്യിലുള്ള ഫോൺ 50,000 രൂപ വരും. ഇതായത് ഞാനൊരു ഓട്ടോയിൽ പോയപ്പോൾ അവൻ്റെ ഫോൺ ഐഫോണാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് പോകുന്ന സാധാരണ എല്ലാം ദേവി സൗഖ്യമായിട്ട് തന്നെ വെച്ചിരിക്കുന്നു. ഇതിനേക്കാളും മോശമായ ജന്മം തീർച്ചയായിട്ടും വരില്ല. ഈശ്വര ഭക്തിയോടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഭവാരണ്യ കുടാരികായി എന്ന് പറഞ്ഞാൽ സംസാരമാകുന്ന കാടിനെ വെട്ടിത്തെളിക്കാൻ കോടാലിയായി വർത്തിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരത്തിൽ ഇരിക്കുന്നവർക്ക് ആ സംസാരത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും നേരിടാനുള്ള കഴിവും അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും ലഭിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭദ്രപ്രിയായ നമഃ. ഭക്തന്മാരുടെ മംഗളത്തിൽ ആനന്ദിക്കുന്നവർ. ഭദ്ര എന്ന് പറഞ്ഞാൽ
മംഗളം അമ്മേ നാരായണ ഭദ്രേ നാരായണ മംഗളത്തെപ്പെടുത്തുന്നത്. മംഗളം എല്ലാം നമുക്ക് നമ്മൾ ഏത് കാര്യം ചെയ്താലും വിജയിക്കണം, അങ്ങനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും, എല്ലാം സക്സസ് ആവും, അങ്ങനെ നമ്മളെല്ലാം ചെയ്യും. എല്ലാ കാര്യത്തിലും നമുക്ക് മംഗളകരമായി നമുക്കതിനെ അനുഗ്രഹിക്കുന്ന ദേവി ആയതുകൊണ്ട് അവിടെ ഭദ്രപ്രിയായി നമഃ, ഭദ്രമൂർത്തിയെ നമഃ. മംഗളസ്വരൂപിണിയാണ് ദേവി. മംഗളത്തിന്റെ രൂപമായി സങ്കല്പിച്ച മംഗളസ്വരൂപിണിയാണ് ദേവി എന്നർത്ഥം. ഭക്ത സൗഭാഗ്യദായിന്യേ നമഃ, ഭക്തന്മാർക്ക് സൗഭാഗ്യം നൽകുന്നവൾ ദേവി. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായാൽ മാത്രം പോരാ, അനുഭവിക്കാനുള്ള ഭാഗ്യവും വേണം. അല്ലെ, BMW കാറ് തന്നിട്ട് പാരാലിറ്റിക്കായി കിടത്തിയാൽ എന്ത് പ്രയോജനം? ആരെങ്കിലും തൂക്കിക്കൊണ്ടിരുത്തിന് വണ്ടിയിൽ കൊണ്ടുപോകുമായിരിക്കും, പക്ഷെ അതൊരു ട്രാവൽ അല്ല. അതുകൊണ്ട് സാധാരണ വേദത്തിൽ മന്നവാനോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഭിർ ബ്രഹ്മവർച്ചസേന മഹാൻ കീർത്യ, ഇങ്ങനെയാണ് ആശീർവാദം ചെയ്ത് പറയുന്നത്. അന്നവാൻ ഭവതി, എല്ലാം തന്നാൽ പോരാ, അന്നാദോ ഭവതി, അത് അനുഭവിക്കാനുള്ള ശേഷി വേണം. എന്തെല്ലാം വേണം? സൗകര്യം വേണം, ആയുസ് വേണം, ആരോഗ്യം വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിലേ കിട്ടിയതിന് നമുക്ക് പ്രയോജനമുണ്ട്. അല്ലാതെ കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ലാട്ടറി വീണ് പറഞ്ഞു അയ്യോ ഇരിക്കുക, താഴെ വീട് തീർന്നു പോയില്ലേ, ലാട്ടറി കൊണ്ട് ഒരു പ്രയോജനം അയാൾക്ക്. ഇപ്പൊ സൗഭാഗ്യം നമുക്ക് കിട്ടിയാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള ഇത് വേണം. അതാണ് വേദവും പറയുന്നത്. അത് കൊടുക്കുന്നവൾ ദേവിയാണ്. സൗഭാഗ്യദായിനി, ഭക്ത സൗഭാഗ്യദായിന്യന്മ, ഭക്തിപ്രിയായ്മ, ഭക്തിയിൽ പ്രിയമുള്ളവൾ ദേവി. ഈശ്വരോന്മുഖമായ മനസ്സിലെ പ്രവാഹവും അതനുസരിച്ച കർമ്മങ്ങളും ഭക്തി എന്ന വാക്കിൽ പെടുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം ശ്രദ്ധ, വിശ്വാസം. ഞാൻ തൊഴുന്ന ദേവി എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഏത് കാര്യം ചെയ്താലും തീർച്ചയായിട്ടും ഫലം കിട്ടും. കാലതാമസം ഉണ്ടാകും കേട്ടോ, ഇല്ലെന്ന് പറയുന്നത്. സാധാരണ കഴിക്കുന്ന ഭക്ഷണം കുക്കറിൽ വെച്ചാലും 3 ഫിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ? ഉടനെ വേണമെന്ന് പറഞ്ഞ് എടുത്ത് കഴിച്ചാൽ അരിയെ തിന്നാനേ പറ്റുള്ളൂ, ചോറ് കിട്ടും. കേവലം 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് വേറെ മാറിയ രൂപത്തിൽ മാറുന്ന സാധനത്തിനെ ഇത്രയും വെയിറ്റ് ചെയ്യണമെങ്കിൽ ദൈവയുടെ അനുഗ്രഹം അത്ര പെട്ടെന്ന് കിട്ടും. എന്തുകൊണ്ട് ഡിലേ ആകുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നൂടെ നടക്കുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് പിന്നാടി പുണ്യഫലപ്രധാന പദത്തിൽ വരുന്നുണ്ട്. എല്ലാത്തിനും അതിൻ്റെ സമയം. സുമളെ വധിക്കാനായിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടവർ പറയുന്നു, ഇപ്പൊ അവൻ ബലത്തിന്റെ ബലത്തിൽ ഇരിക്കുകയാണ്, അവനെ വധിക്കാൻ സാധിക്കില്ല, കുറച്ചു നാളെ നിങ്ങൾ ഇരിക്കണം, ഞാൻ ഉചിത കാലത്തിൽ പദം ചെയ്യാം, ഹിമാലയത്തിൽ ഊഞ്ഞാൽ ആടാൻ പോയതാണ് നമ്മുടെ ദേവിമാരുടെ കണ്ടത്. എല്ലാത്തിനും അതിൻ്റെ കാലതാമസം ഉണ്ടാകും, തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. ആ ഉറച്ച വിശ്വാസത്തോടെ ഉറപ്പോടെ ഈശ്വരഭക്തി കാണിക്കുന്ന അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഇഷ്ടം പോലെ കുറയുന്ന കളർമാലകളും ഇട്ട് പോകുന്നത് അത് ഭക്തി അല്ലെന്നല്ല. അത് മാത്രമല്ല ഭക്തി, വിശ്വാസത്തോടെ ഈശ്വരാരാധന ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഭക്തരിൽ പ്രിയമുള്ളവർ ദേവി. ഭക്തിപ്രിയായി ഭക്തി ഗമ്യായി ഭക്തിയാൽ ഗമിക്കാൻ സാധിക്കുന്നവർ. ശ്രദ്ധയാൽ മാത്രമേ ഈശ്വര സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഭക്തി വശ്യായി നമഃ, ഭക്തിയാൽ വശീകരിക്കപ്പെടുന്ന ദേവി. നമുക്ക് എല്ലാവരെയും ദേവിയെ വശീകരിക്കാന്ന് പറഞ്ഞാൽ ദേവിയുടെ പ്രീതിക്ക് പാത്രീഭൂതരാവാൻ നമുക്ക് കഴിയും ഭക്തി കാണിച്ചാൽ. ഭക്തിക്കുള്ള പ്രാധാന്യത്തെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഭക്തി വശ്യായി നമഃ, ഭക്തിയാൽ വശീകരിക്കപ്പെട്ടവൾ ദേവി. പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈശ്വരാരാധന നടത്തിയാൽ ആ ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ച് പറ്റും. എന്നെ സംരക്ഷിക്കുന്നതിനേക്കാൾ നിനക്ക് എന്ത് ജോലി എന്ന് ശിവനോട് ചോദിച്ചാൽ ആളുകൾ അത്ര കണ്ട് സ്വാതന്ത്ര്യം നമുക്ക് എടുക്കാം. ഈശ്വരാരാധനയിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 4 വിധമായ ഇതിൽ ഭക്തിമാർഗം കാണിക്കാം. അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം, നമുക്ക് സമയമായി. ആ രീതിയിൽ 120 പദം വരെ ഇത് കണ്ടു. ശേഷിക്കുന്ന പദം നാളെ നോക്കാം. ഒരു ചെറിയ വ്യത്യാസം, നാളെ മുതൽ 5:45 കാരണം എനിക്ക് 15 മിനിറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. ഡ്യൂറേഷൻ ചെയ്യാൻ വേണ്ടി അവർ 5:45 കംപ്ലീറ്റ് തന്നിട്ടുണ്ട്.
നാളെ മുതൽ 5:45 പ്രഭാഷണം 7:15 തീരും. അതല്ല ഇന്നത്തെ സ്പോൺസർ ജയന്തി വിശ്വനാഥൻ വിശ്വനാഥ് സാർ. ശതമാനം ഭവനസദായു പുരുഷ ശതേന്ദ്രിയ ആയുഷ്യേവേന്ദ്രിയേ പ്രതിഷ്ഠതി. ഒരു ഗിഫ്റ്റ് ഇരിക്കും. 1 മിനിറ്റ് ധ്യാനം. അത് കഴിഞ്ഞ് പുതുതായിട്ട് വന്നവരാണെങ്കിൽ അവരുടെ അറിവിന് വേണ്ടി പറയുകയാണ്. 1 മിനിറ്റ് ധ്യാനം. ഞാൻ പ്രണവമന്ത്രം ചൊല്ലി അത് കഴിഞ്ഞ് സൈലൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് മഹാദീപിയിലും അത് പറയും. അതിന് എല്ലാവരും ആ മന്ത്രം ചൊല്ലി അത് മുൻതീർന്ന ഉടനെ എല്ലാവരും കുറച്ച് പുറകോട്ട് മാറണം. നൈവേദ്യത്തിന് കയറി കിട്ടും. അതിന് ദീപാരാധനയുണ്ട്. സൗരഭം കണ്ടിട്ട് നാളെ ഇതുപോലെ എല്ലാവരും ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ.